എടാ എല്ലാവരും ഒന്ന് ചിരിച്ച് പ്ലസന്റ് ആയിട്ട് ഇരുന്നേ. നമ്മുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഇതെന്താണ് ഭയങ്കര എയർ പിടിച്ചിരിക്കുന്നത്? അതാരാണത്? പ്രാർത്ഥനയാണ് എയർ പിടിച്ചിരിക്കുന്നത്. ആ ചിരിച്ചിരുന്നോട്ടാ. ചിരിക്കാത്തവരൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഒരു സൂത്രം കാണിച്ചു തരട്ടെ. ആർക്കെങ്കിലും ചിലപ്പോൾ എൻ്റെ പഴയ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ ഹെയറിലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? എന്തോ പോലെ ഇരിക്കാനുള്ള ക്യാമറയിൽ നോക്കിയിട്ട് പേടിയാവുന്നു. ഒരാൾ വിളിച്ചു സാർ, ആർക്കെങ്കിലും മനസ്സിലായി നോക്കട്ടെ. പഴയ ആൾക്കാരെ വിളിച്ചാൽ മതി കേട്ടോ, എന്നാലും അവർക്ക് മനസ്സിലാവുള്ളൂ. ആ വിളിച്ചോ. അബിയനെ വിളിക്കാം. ആരാണ്? അബിയ. ഓക്കെ, ഋഷികനെ വിളിക്കാവുന്ന. ഋഷിക ഹലോ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എനിക്ക്? ലെയർ കട്ട് അല്ലടാ, സാധാ യു കട്ടാണ് ചെയ്തത്. പക്ഷെ സ്ട്രെയിറ്റ് ചെയ്തു. ഞാനിവിടെ ക്രൗൺ ഏരിയ മാത്രം ഞാൻ സ്ട്രെയിറ്റ്, അത് കാണിക്കാൻ വേണ്ടി ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. അത് ക്ലിപ്പ് പോയതാ. എന്നിട്ട് നമുക്ക് വേഗം തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ യെസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്റ്റ് പഠിക്കുന്നുണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ചാപ്റ്ററിന്റെ പേര് എഴുതി കഴിഞ്ഞെങ്കിൽ യെസ്. ഓക്കെ യെസ്. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ എ ബൾബ് ലൈറ്റ്സ് അപ്പ് വെൻ യു സ്വിച്ച് ഇറ്റ് ഓൺ? ഓക്കെ, നമ്മൾ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഫാൻ കറങ്ങുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ. ഓക്കെ, എങ്ങനെയാണ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുന്നത്? ഒരാൾ വിളിച്ചോ സാർ. അമേയ. ഓക്കെ, അമേയ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് ആ ബൾബ് ഗ്ലോ ചെയ്യുന്നത്? എന്താണ് അതിന്റെ സോഴ്സ്? എവിടെ നിന്ന് വരുന്നു ഈ കറണ്ടൊക്കെ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വയേഴ്സിൽ കൂടെ നമ്മളുടെ ബൾബിക്ക് പോകുന്നു. ഫിലമെന്റിലാവണം, പിന്നെ ഫിലമെന്റ് ലൈറ്റ് അപ്പ് ചെയ്യണം, ബൾബ് മൊത്തം ലൈറ്റ് ആവണം. ഓക്കെ സാർ, അപ്പൊ എനിക്ക് കുറച്ച് എഫേർട്ട് എടുത്താൽ മതി കേട്ടോ, കാരണം ഇവർക്ക് ഓൾറെഡി കുറെ കാര്യങ്ങൾ അറിയാം. അപ്പൊ ഞാൻ കുറച്ച് പഠിപ്പിച്ചാൽ മതി. അടിപൊളി, സൂപ്പർ. അപ്പൊ നമ്മൾ എന്താ പറയാ, ലൈറ്റ് കൊടുക്കുമ്പോൾ അത് ഇലക്ട്രിക് ലൈൻസിലൂടെ നമ്മുടെ ബൾബിലെത്തും, ബൾബിലെ ഫിലമെന്റിലെത്തും, ഫിലമെന്റ് ഗ്ലോ ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ബൾബ് കത്തിക്കാൻ പോവാണ് കേട്ടോ. ബൾബ് കത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നോക്കിക്കോ, ഇങ്ങനെയാണ്. നോക്കിക്കോളൂ. പുള്ളി ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളായിരുന്നു. നമ്മള് ഇങ്ങനെ DJ പോലെ ബൾബ് ഇങ്ങനെ മാറി മാറി കത്തുന്നതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ സ്വിച്ച് ഇട്ട് വന്നപ്പോൾ മൊത്തം ഒരുമിച്ച് അങ്ങ് കത്തിപ്പോയി. ഓക്കെ, അത് ആൾക്കാരെയൊക്കെ മനസ്സിലായി? നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇപ്പൊ കണ്ട ആൾക്കാരെയൊക്കെ പരിചയമുള്ളവരൊന്ന് ഡാറ്റ കാണിച്ചേ. വിളിച്ചു സാർ, അവിടെ ഒരാൾക്ക് അറിയാം. വിളിച്ചോ. വിനായകനെ അറിയാം. ഓക്കെ, വിളിച്ചോ. വിനായക, അതൊക്കെ ആരാണെന്ന് അറിയോ? എവിടെ, ഏതിലാണ്? യൂട്യൂബില്. അവരുടെ ചാനലിന്റെ പേര് അറിയോ? അത് മതി, എത്ര അറിഞ്ഞാ മതി. കണ്ട, ഞാൻ വിചാരിച്ചത് ഇവര് ജെൻസി ആണല്ലോ, ഇവർക്ക് അതൊന്നും അറിയില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർക്ക് അറിയാം. ഓക്കെ യെസ്. അപ്പോ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫോം ഓഫ് എനർജി. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഹീറ്റ്, ലൈറ്റ്, സൗണ്ട് ഒക്കെ പോലെ തന്നെ ഒരു ഫോം ഓഫ് എനർജി എന്ന് പറയുന്നതാണ് ഇലക്ട്രിസിറ്റി. പക്ഷെ ഇലക്ട്രിസിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ ഒരു ഫോമിൽ നിന്ന് ഡിഫറെൻറ്റ് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതായത് നമ്മളുടെ ഈ വയറിലൂടെ ഇങ്ങനെ വരുന്ന, ഈ വയേഴ്സിലൂടെയൊക്കെ വരുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫോം ആയിരിക്കും. പക്ഷെ ബൾബിലെത്തുമ്പോൾ അത് ഏത് ഫോം ആവും? ഒരാൾ വിളിച്ചു സാർ. ബൾബിലേക്ക് വരുമ്പോൾ അത് ഏത് ഫോം ആവും? ശ്രീനന്ദ. ഓക്കെ യെസ്. എടാ, ബൾബിലെത്തുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഏത് ഫോമിലേക്ക് മാറും? ഏതാണ്? ഓക്കെ, അതായത് നമ്മളുടെ ഈ വയേഴ്സിലൂടെ ആണല്ലോ നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മുടെ ബൾബിലോട്ട് വരുന്നത്. ആ വയേഴ്സിൽ കൂടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കുള്ളൂ. പക്ഷെ ബൾബിലോട്ട് വരുമ്പോൾ അത് വേറൊരു എനർജി ആയിട്ട് മാറും. നമുക്ക് എന്താ കിട്ടുന്നത് ബൾബിന്ന്? ബൾബിന്ന് എന്താ കിട്ടുന്നേ? ഇതേ സാർ ഇവിടെ പറയാനായിട്ട് തിടുക്കപ്പെടുന്നു. വേഗം പറ, ബൾബിന്ന് നമുക്ക് എന്താ കിട്ടുന്നേ? സ്വിച്ച് ഓൺ ആകുമ്പോ ലൈറ്റ്. യെസ്. അപ്പോ ആ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറി? ലൈറ്റ് എനർജി ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരാൾ വിളിച്ചു സാർ. പ്രണവ്. ഓക്കെ, പ്രണവ് ഇപ്പൊ വീട്ടില് അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രണവിന്റെ ഷർട്ട് ചെയ്യാറുണ്ടാ? ഉണ്ട്. ഓക്കെ യെസ്. അപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുക്കുന്നത് അല്ലേ? പക്ഷെ അയൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എനർജി കിട്ടി?
ഹീറ്റ് എനർജി. ഓക്കെ, അതുപോലെ ഡിഫറെന്റ് ഫോംസിലേക്ക് മാറാനായിട്ട് കഴിവുള്ള ഒരു ഫോം ഓഫ് എനർജിയാണ് എന്ത്, നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി. നമുക്ക് എവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി മെയിൻ സോഴ്സ് ഏതൊക്കെയാണ്? ബാറ്ററീസ് ഉണ്ട്, സെൽസ് ഉണ്ട്, ജനറേറ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇലക്ട്രിസിറ്റി തരുന്ന ആൾക്കാർ. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള ഒരു കാര്യം ഒന്ന് എഴുതി വെക്കാം. ദെൻ അതിന്റെ സോഴ്സിനൊരു 3 എക്സാമ്പിൾ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഈ ഡെഫിനിഷന്റെ കൂടെ ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി എന്നുള്ള ഡെഫിനിഷന്റെ കൂടെ ഒരു കാര്യം കൂടി എഴുതിക്കോ. ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ കൺവേർട്ട് ഇൻ ടു മെനി അതർ ഫോംസ്. അങ്ങനെ കൂടി എഴുതിക്കോ കേട്ടോ. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഡെഫിനിഷൻ ആവും. ഓക്കെ, ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ കൺവേർട്ട് ഇൻ ടു മെനി അതർ ഫോംസ്. എഴുതി കഴിഞ്ഞവർ വേഗം തന്നെ റൈറ്റ് ഹാൻഡ് പൊക്കി പിടിച്ചോ കേട്ടോ. എഴുതി കഴിഞ്ഞവർ വേഗം തന്നെ റൈറ്റ് ഹാൻഡ് പൊക്കി പിടിക്കുക. യെസ്, അപ്പോൾ എനിക്ക് മനസ്സിലാവും കഴിഞ്ഞിരിക്കുകയെന്ന്. ഓഫ്, അദ്വൈതം അവിടെ റൈറ്റ് ഹാൻഡ് നോക്കി കൈ കൊണ്ട് അവൻ എക്സ്പ്രഷൻസ് ഒക്കെ. യെസ്, കഴിഞ്ഞു. നമ്മുടെ അവൻ്റെ പേര് അല്ല, താഴെ ഏറ്റവും അമീനാണോ? അമീനാണോ എഴുതിയേക്കണേ? ഓക്കെ, യെസ്, അമീൻ്റെ കഴിഞ്ഞു. ഋഷികയായിരുന്നു. ഋഷികയുടെ കഴിഞ്ഞു. ഓക്കെ, യെസ്. അനന്യയുടെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ പേരെ കഴിഞ്ഞു. ഓക്കെ, വേദിൻ്റെ കഴിഞ്ഞു, ദേവികയുടെ കഴിഞ്ഞു. യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ സോഴ്സും എഴുതാട്ടോ. മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സോഴ്സസ് ഏതൊക്കെയാണ്? ബാറ്ററീസ്, സെൽസ്, ജനറേറ്റർ. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഈ ബാറ്ററിയും ഉണ്ട്, ഒരു ഡിവൈസും ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊരു ബാറ്ററി ഉണ്ട്, എൻ്റെ കയ്യിലൊരു ബൾബും ഉണ്ട്. ഞാൻ ഈ ബാറ്ററി ഒരു കയ്യിൽ വെച്ചിരിക്കുന്നു, ബൾബ് ഈ കയ്യിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ 2 കയ്യിലും ഒരു ബാറ്ററിയും ഒരു ബൾബും വെച്ച് വെറുതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ബൾബ് ലൈറ്റ് ചെയ്യൂ? ഒരാളെ വിളിച്ചേ സാർ. വെറുതെ എൻ്റെ കയ്യിൽ ഒരു ബാറ്ററിയും ഒരു ബൾബും വെച്ചാൽ ആ ബൾബ് ലൈറ്റ് ചെയ്യൂ? ഹന്ന പറഞ്ഞോടാ. ഞാൻ ഇങ്ങനെ 2 കയ്യിലും വെറുതെ വെച്ചിരിക്കുക, ലൈറ്റ് ചെയ്യോ? ഇല്ല. ഇനി എന്ത് വേണം? കണക്ഷൻ കൊടുക്കണോ അല്ലെ? ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ലാതെ, നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ക്ലാസ് ഇങ്ങനെ പോകുന്നത് അല്ലേ? അപ്പൊ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രിക് സർക്യൂട്ട്. യെസ്, എല്ലാവരും ഹെഡിങ് എഴുതാ, ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, യെസ്. ഇവിടെ ഭയങ്കര സൈലൻസ് അല്ലേ? നമ്മുടെ പിള്ളേർ സൈലൻ്റ് ആണോ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര സൈലൻസ്. എല്ലാവരും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്നു. ഞാനും ഭയങ്കര ഓക്കെ, യെസ്. വേഗം ഇലക്ട്രിക് സർക്യൂട്ടിന് ഹെഡിങ് കൊടുക്കാം. ദെൻ നമുക്ക് നേരെ ഡെഫിനിഷൻ എഴുതാം. ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഡെഫിനിഷൻ എഴുതാം. ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയാൻ കാരണം ആ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് വന്നാൽ, ഓക്കെ, ആ കണക്ഷൻ എവിടെയെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് വന്നാൽ പിന്നെ ആ ബൾബ് ഗ്ലോ ചെയ്യൂ? ഒരാൾ കൂടി വിളിച്ചോ സാർ. ഈ മുടി ഇത്തിരി പ്രശ്നമാണല്ലോ. ഓക്കെ, ആരാണ്? മരിയ. ഓക്കെ, മരിയ കുട്ടാ, നമ്മളുടെ സർക്യൂട്ടിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് വന്നു, ആ വയർ തമ്മിൽ ഒരു കണക്ഷൻ വിട്ടുപോയി, അപ്പൊ പിന്നെ നമ്മുടെ ബൾബ് പിന്നെ ഗ്ലോ ചെയ്യോ? ഇല്ല. നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം പാത്ത്? കറക്റ്റ് ആയിട്ടുള്ള പാത്ത് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത്. പാത്ത് ക്ലോസ് ആയിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത് formed by the interconnection of electrical components through which electric current flows. Okay, ആ ഒരു ക്ലോസ്ഡ് പാത്ത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ ദ ഇന്റർകണക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻസ്. കുറച്ച് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ബാറ്ററി, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബൾബ് ആയിരിക്കും, ഒരു LED ആയിരിക്കും, അല്ലെങ്കിൽ വല്ല ഫാൻ ആയിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഒരു ബാറ്ററി വേണം, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് വേണം, പിന്നെ കണക്ട് ചെയ്യാനുള്ള വയറുകൾ, കണക്റ്റിംഗ് വയേഴ്സ് വേണം, പിന്നെ ഒരു സ്വിച്ചും വേണം. ഈ 4 പേരുണ്ടെങ്കിൽ നമുക്കൊരു സർക്യൂട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ 4 ഇലക്ട്രിക്കൽ കമ്പോണൻസിൻ്റെയും ഇന്റർ കണക്ഷനിലൂടെയാണ് ഈ ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്യുന്നത്. ഒരാളെ വിളിച്ചത് സാർ ഇപ്പം പറഞ്ഞത് എനിക്കൊന്ന് തിരിച്ചു പറഞ്ഞു തരാനാ. അവർ വിചാരിക്കും, മിസ് ഇപ്പം പറഞ്ഞല്ല, പിന്നെന്തിനാ ഞങ്ങൾ പറയുന്നേ? വിളിച്ചോ. അമീൻ. യെസ്. എടാ നിന്റെ പേരൊന്ന് പറഞ്ഞേടാ. അമീൻ. ഓക്കെ, നിന്റെ പേരിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. EN ഉണ്ടല്ലേ?
ഞാൻ സ്പെക്സ് വെക്കാത്തതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ യെസ്. എടാ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞേ, നിനക്ക് മനസ്സിലായതെന്ന് പറഞ്ഞേ. അവൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇവിടേക്ക് എത്തുന്നില്ല. ഓക്കെ ഒന്നുകൂടെ ഒച്ചയിലൊന്ന് പറഞ്ഞേടാ. An electric circuit is a closed path. കേക്കുന്നുണ്ട്, പറഞ്ഞോ. ക്ലോസ്ഡ് പാത്ത്. The interconnection of the electrical components. അവന് മനസ്സിലായത് പറയാൻ ഞാൻ പറഞ്ഞപ്പോ അവൻ അത് തന്നെ വായിച്ചിരുന്നു. നിനക്ക് മനസ്സിലായതെന്ന് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, സർക്യൂട്ടിൽ എന്തൊക്കെ വേണം? മെയിൻ ആയിട്ട് എന്തൊക്കെ വേണം? ബാറ്ററി, പിന്നെ സ്വിച്ച്, വയറ്, പിന്നെ ഓക്കെ എല്ലാം സെറ്റാണ്. 4 ആൾക്കാരെ മോന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു ബാറ്ററി വേണം, കണക്റ്റിംഗ് വയർ വേണം, സ്വിച്ച് വേണം, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസും വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് റെഡിയായി. ഓക്കെ, അപ്പൊ എന്താണ്? ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ഫോംഡ് ബൈ ദ ഇന്റർ കണക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ത്രൂ വിച്ച് ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ്. ഇതിൽ കൂടെ ആയിരിക്കും എന്ത് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. ആ ഇന്റർ കണക്ഷനിലൂടെ ആയിരിക്കും നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാരൊന്ന് സെറ്റ് ആയിട്ട് പഠിച്ചാൽ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഡെഫിനിഷൻ ആയിട്ടോ. യെസ്, വേഗം എഴുതാം കേട്ടോ, ഡെഫിനിഷൻ വേഗം എഴുതാം. എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുള്ളതാണോ സ്റ്റെപ്പ്? എഴുതി കഴിഞ്ഞിട്ട് എല്ലാവരും സ്റ്റെപ്പ് ഒക്കെ ഇടുന്നു. ഓക്കെ യെസ്. അപ്പൊ ഞാനിതൊന്ന് മാറ്റിയിട്ടേ ഇതൊന്ന് വീണ്ടും ഒന്ന് റിവൈസ് അടിച്ചിട്ട് നമുക്ക് ഒരാളോട് ചോദിക്കാം. വിളിച്ചോ സാർ? വേദിനോട് ചോദിക്കാം. ഓക്കെ വേദ്, യെസ് ഗുഡ് ഈവനിങ്. എടാ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഡെഫിനിഷൻ ഇപ്പൊ പഠിപ്പിച്ചത് ഒന്ന് എനിക്ക് തിരിച്ചു പറഞ്ഞേ. നിനക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. by electrical components through which electrical current flows. very good through which electricity അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് ഫ്ലോസ്. അടിപൊളി. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആ ക്ലോസ്ഡ് പാത്ത് എന്നുള്ളത് വരണം, ഇന്റർ കണക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് എന്ന് പറയണം, പിന്നെ ദ ലാസ്റ്റ് ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുന്നതെന്നോ ഉള്ള ഒരു കാര്യം കൂടി വരണം. ഇത്രയും വന്നു കഴിഞ്ഞാൽ സെറ്റായി. ഇനി ഇലക്ട്രിക് സർക്യൂട്ട് ഫോം ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട 4 പേരെയും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. 4 പേരെയും കൂടി ഒന്ന് എഴുതി വെക്കാം. ഒരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററി വേണം, കണക്റ്റിംഗ് വയേഴ്സ് വേണം, ഇലക്ട്രിക് ഡിവൈസ് വേണം, ഒരു സ്വിച്ച് വേണം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡത്തിന് അനുവദിച്ചിരിക്കുകയാണ്. നിങ്ങൾ വരക്കേണ്ടത് ഇതുപോലെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ് വരക്കേണ്ടത്. അതിനകത്ത് ഗ്ലോ ചെയ്യുന്ന ഒരു ബൾബ് വേണം, ഒരു സെല്ല് വേണം, പിന്നെന്ത് വേണം? പിന്നെ ഇലക്ട്രിക് കണക്ട് ചെയ്യാനുള്ള കണക്റ്റിംഗ് വയേഴ്സ് വേണം, സ്വിച്ചും വേണം. ഈ 4 കാര്യങ്ങളുമുള്ള ഒരു സർക്യൂട്ട് വരക്കാനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തന്നാൽ നിങ്ങളിപ്പോൾ വരക്കില്ലേ? വരക്കുമെന്നാണെങ്കിൽ ഒന്ന് പവർ കാണിച്ചേ. യെസ് മിസ്, ഞങ്ങൾ ഇപ്പൊ തന്നെ വരക്കും മിസ്സേ, ഞങ്ങൾ അതിന് റെഡിയാണ് മിസ്സേ. എടോ വേദേ സെറ്റല്ലേ? യെസ്, അടുത്ത വേദേ സെറ്റല്ലേ? 2 പേരും സെറ്റാണ്. ഓക്കെ, അപ്പോൾ വേഗം ഒന്ന് വരക്കാം. ഞാൻ 1 മിനിറ്റ് ടൈം തരാണ്. ആദ്യം വരക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക്. ഓക്കെ യെസ്, വേഗം വരക്കാം. എന്തൊക്കെയാണ് വേണ്ടത്? ഒരു സെല്ല്, പിന്നെ അതിനകത്തൊരു ഇലക്ട്രിക് ഡിവൈസ്, ഒരു ബൾബ് മതി, ബൾബ് വേണം, പിന്നെ സ്വിച്ച്, അതിൽ കണക്ട് ചെയ്യാനായിട്ട് കണക്റ്റിംഗ് വയർ. ഞാൻ വരച്ച് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരക്ക്. എല്ലാവരും ഭയങ്കര തിരക്കിലാണല്ലോ. മിസ്സിന് സർക്യൂട്ട് കാണാമല്ലോ, ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, ഇത് കുറച്ച് പേര് കാണിക്കുന്നുണ്ടല്ലോ. നന്ദാബാല കാണിക്കുന്നുണ്ടല്ലേ? നന്ദാബാല കാണിച്ചിട്ടുണ്ട്. നന്ദാബാല, യെസ്, എനിക്ക് നന്ദാബാല ഒന്ന് അടുത്ത ദിവസം. ഓക്കെ, നോക്കട്ടെ. എടാ ഒന്നുകൂടെ താഴെ, ക്യാമറയുടെ താഴേക്കൊന്ന് വെച്ചേ. നോക്കട്ടെ.
ഓക്കെ സെറ്റ് സ്വിച്ച് ഒക്കെ ഇല്ലേ അതിനകത്ത്? ആ സ്വിച്ച് ഉണ്ട്, അടിപൊളി, സൂപ്പർ ഗ്ലോയിങ് ബൾബ് ഉണ്ട്, അടിപൊളി. ഞാൻ സെല്ല് വെച്ച് വരക്കാൻ പറഞ്ഞപ്പോൾ അവള് ബാറ്ററി വെച്ച് വരച്ച്. ഓക്കെ, സെല്ല് വെച്ച് വരച്ച്, ബാറ്ററി വെച്ച് വരച്ചാലും കറക്റ്റ് ആണ്, കുറച്ചുകൂടെ ഇലക്ട്രിസിറ്റി കിട്ടുന്നുള്ളൂ. ബാറ്ററി നമ്മൾ കുറച്ചുകൂടെ പവർ കിട്ടുമല്ലോ. സെല്ലും കറക്റ്റ് ആണ് കേട്ടോ. യെസ്. പ്രണവേ സിമ്പിൾസ് വെച്ച് വരച്ചാൽ മതി കേട്ടോ. അവൻ അവിടെ കറക്റ്റ് ഡിവൈസ് വെച്ച് തന്നെ വരച്ച്. ഇത് ക്ലോസ്ഡ് അല്ലല്ല, എല്ലാം പരസ്പരം മുട്ടിയിട്ടില്ലല്ല. എവിടെ നോക്കട്ടെ, ക്ലോസ്ഡ് അല്ലടാ, ക്ലോസ്ഡ് ആയിട്ട് വരക്കടാ. യെസ്, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. വേറെ കാണിച്ചു സർ, തനുത്രയുടെ നോക്കട്ടെ. യെസ്, ഓക്കെ. എടാ തനുത്രേ, സെല്ലിന്റെ സിമ്പിൾ ആണ്ടോ വരക്കേണ്ടത്. സിമ്പിൾ എവിടെ? സിമ്പിൾ. ഓക്കെ, ഇപ്പുറത്തെ ആരാണ്? സ്റ്റീവേ, അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല, പെർഫെക്റ്റ്. സ്റ്റീവിന്റെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വിനായകിന്റെയും നമ്മുടെ സെല്ലിന് സിമ്പിൾ അല്ല, ബാറ്ററിയാണ് വരച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ല, പക്ഷെ ബാറ്ററി ആയിട്ട് വരച്ചു. ബൾബിന്റെ സിമ്പിൾ ഉണ്ട്, സ്വിച്ച് ഉണ്ട്. എടാ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലല്ലോടാ, ഗ്ലോ ചെയ്യിക്ക്. ഗ്ലോ ചെയ്യട്ടെ, എന്തായാലും സ്വിച്ച് ഓൺ പൊസിഷൻ അല്ലേ. യെസ്, ഇതാരാണ്? ഹരിനന്ദടാ, അടിപൊളി. സെല്ലല്ല, പക്ഷെ ബാറ്ററിയാണ് വരച്ചിട്ടുള്ളത്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ, അടിപൊളി. ഓക്കെ, അപ്പൊ കുറെ പേര് വരച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. ഇനി ഒരാളെ കൂടി കാണിച്ചെന്നേ സർ, അബിയായിട്ടൊന്ന് കാണിച്ചേ. അബി ഇങ്ങനെയൊക്കെ മിസ് കണ്ടില്ലായിരുന്നു, സമാധാനം വെച്ചിരിക്കുന്നു. നോക്കട്ടെ, അടുത്തോട്ട് വെച്ച്. ടോർച്ചോ? അത് ടോർച്ച് വരച്ചിട്ട് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? അമ്പടി കേമി, കുഴപ്പമില്ല. ഞാൻ ഒരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. നമുക്ക് ഓൾറെഡി കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും സിമ്പിൾസ് ഒക്കെ. നമുക്ക് ഇതിനകത്ത് സിമ്പിൾസ് ഒന്നും പഠിക്കാനില്ല കേട്ടോ, ഇലക്ട്രിക് സർക്യൂട്ടിന്റെ സിമ്പിൾസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ബേസിക് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ട് വരക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. യെസ്, സ്റ്റീവ് കറക്റ്റ് ആണ് കേട്ടോ, സ്റ്റീവ് ജോസ്. യെസ്, ഓക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എങ്ങനെ വരക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെസ്, ഇത് നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും, ഏത് പ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും ഇനി അറിയാൻ പറ്റണം കേട്ടോ, ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് വരക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു സെല്ല് വരച്ചു. ബാറ്ററി വരക്കുന്നവർക്ക് ബാറ്ററി വരക്കാം, ഞാനിപ്പോൾ തൽക്കാലം സെല്ലാണ് വരച്ചിട്ടുള്ളത്. ഈ സെല്ലിൽ നിന്ന് ഞാൻ എന്ത് വരക്കാണ്? ഒരു ബൾബ് വരക്കാണ്. ഓക്കെ, സെല്ലിൽ നിന്ന് ബൾബ് വരക്കുന്നു. പിന്നെ അതിൽ നിന്ന് ഞാനൊരു സ്വിച്ച് വരക്കുന്നു. ഓക്കെ, ഞാൻ എന്ത് വരച്ചു? ഒരു സ്വിച്ച് വരച്ചു. ഓക്കെ, ഈ സർക്യൂട്ട് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് തംസ് കാണിച്ചേ. ഈ സർക്യൂട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ ഒന്ന് തംസ് കാണിച്ചേ. പെർഫെക്റ്റ് ആണ്, ഒരു മിസ്റ്റേക്കും ഇല്ല, എല്ലാം പെർഫെക്റ്റ്, സൂപ്പർ. ഓക്കെ, ഇനി ഞാൻ ഈ ബൾബിനെ എന്ത് ചെയ്യുന്നു? ഗ്ലോ ചെയ്യിക്കുന്നു. ബൾബ് ഗ്ലോ ചെയ്തു. ഇനി ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ തംസ് കാണിച്ചേ. ഇനി പെർഫെക്റ്റ് അല്ല അല്ലേ? ഇതിനി പെർഫെക്റ്റ് അല്ല, ബിക്കോസ് സ്വിച്ച് ഓഫ് പൊസിഷൻ ആണ്, നമ്മൾ അതിനെ ഓൺ പൊസിഷൻ ആക്കണം. ഞാനിപ്പോൾ ഓൺ പൊസിഷൻ ആക്കാൻ പോവാണ് കേട്ടോ. യെസ്, ഓക്കെ, കണ്ടോ? ഇപ്പൊ സ്വിച്ചും ഓൺ ആണ്, നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുകയും ചെയ്തു. ഇവിടെ ആരൊക്കെ ഉണ്ട്? സെല്ലുണ്ട്, നമ്മുടെ ബൾബ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഈ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമില്ലേ? സിമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ 7th? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെ ചിലവരൊക്കെ എന്നെ തുറിച്ചു നോക്കുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് വരക്കാനായിട്ട് എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സെക്കൻഡ് ടോപ്പിക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. വേഗം ഹെഡിങ് എഴുതാം കേട്ടോ, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും. അവിടെ പ്രാർത്ഥന ഹെഡിങ് എഴുതിയിരിക്കുകയാണ് അവിടെ. മിസ്സേ വേഗം ക്ലാസ് എടുക്കും മിസ്സേ, ഹെഡിങ് ഒക്കെ എപ്പോഴും എഴുതി കഴിഞ്ഞ്. ഓക്കെ, വേഗം ഹെഡിങ് എഴുതാ. യെസ്, ഇതിൽ എന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. മിസ്സിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. അറിയാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ അതേ മിസ് സ്വയം പരിചയപ്പെടുത്താണ്. കുറച്ച് കൂട്ടുകാർക്ക് എന്നെ അറിയാവുന്നതാണ്, നമ്മൾ ഓൾറെഡി കുറേ ക്ലാസ്സസ് ഇടുന്നതാണ്. ഓക്കെ, മിസ്സിൻ്റെ പേര് എഴുതി കാണിച്ചു തരാം. കുറച്ച് പേര് എന്നെ മാറി വിളിക്കും സാർ, എല്ലാവരും അതെ സ്നേഹ എന്ന് മാറി വിളിക്കും. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. മിസ്സിന്റെ പേര് നേഹ കേട്ടോ, NEHA, നേഹ എന്നാണ് മിസ്സിന്റെ പേര്. മിസ് ഫിസിക്സ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മിസ് ഇവിടെ ഒരു ഫിസിക്സ് ഫാക്കൽറ്റി ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹിബ മിസ്സിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? മാത്സ് അല്ലേ? ഒന്ന് ടാറ്റ കാണിച്ചേ. ഹിബ മിസ്സിന്റെ ക്ലാസ് കേട്ടെങ്കിൽ. ഓക്കെ. ഹിബ മിസ് മാത്സ് എടുക്കുന്നു, മിസ് ഇവിടെ ഫിസിക്സ് എടുക്കുന്നു. കെമിസ്ട്രി ആരാണ് സാർ ഇവിടെ എടുത്തത്? ശ്രീലക്ഷ്മി മിസ് ആണോ? യെസ്, ശ്രീലക്ഷ്മി മിസ് അവിടെ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഹിന്ദി എടുത്തായിരുന്നോ? റോഷ മിസ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തോ പറയുന്നു? സ്നേഹ മിസ് എന്നാ
നേഹ അതാരാണ്? എടാ സ്റ്റീവേ, നീ എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? ഓക്കെ യെസ്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളിതേ നമ്മുടെ ഇവിടെ ഓക്കെ ഹെഡിങ്ങും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വേറൊരാളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ഹെഡിങ് വരുമ്പോൾ അതേ നമ്മൾക്ക് ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഇവിടെ ഒരാളുണ്ട്. ആളെ പറ്റി അറിയാണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, എന്താണത്? മാഗ്നറ്റ് അല്ലേ? എവിടെയെങ്കിലും വീട്ടിൽ എവിടെയെങ്കിലും ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം 1 മിനിറ്റ് ടൈം തരാം, വേഗം എടുത്തിട്ട് വരാം കേട്ടോ. 1 മിനിറ്റ് ടൈം വേഗം എടുത്തിട്ട് വരാം. മാഗ്നറ്റ് ഉള്ളവർ മാത്രം, അല്ലാത്തവർ അവിടെ തന്നെ ഇരുന്നോ. യെസ്, ശ്രേയൊക്കെ ഇരിക്കുന്നുണ്ടോ? എനിക്ക് വയ്യ മിസ് അന്വേഷിക്കാൻ പോകാനായിട്ട്. ചിലപ്പോൾ അവിടെ ഉണ്ടാവും, എനിക്കറിയാം, എനിക്ക് വയ്യ. ഓക്കെ 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 യെസ്, കുറച്ച് പേര് ഓടിപ്പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, മാഗ്നറ്റ് എടുത്ത ആരെങ്കിലും എനിക്കൊന്ന് കാണിച്ചെന്നേ സാർ. സ്റ്റീവിൻ്റെത് സിലിണ്ടറിക്കൽ മാഗ്നറ്റ് അല്ലേ? ഓക്കെ, അടിപൊളി അടിപൊളി. യെസ്, അത് എടുത്തു വെച്ചോട്ടാടാ. ഇത് കുറേ മാഗ്നറ്റ് ഉണ്ടല്ലോടാ. കണ്ട, അവൻ എല്ലാത്തിനും പ്രോയാണ്. ഓക്കെ ഓക്കെ, അത് വെച്ചോ. യെസ്, അടുത്ത ആളൊന്ന് കാണിച്ചത്. മാഗ്നറ്റ് ഉള്ളവരെയൊക്കെ ഒന്ന് കാണിച്ച്. യെസ്, വിനായകൻ്റെ ബാർ മാഗ്നറ്റ് ആണ്. യെസ്, ഓക്കെ. അടുത്തതാരാണ്? സ്റ്റീവ് ജോസിൻ്റെ ഏതാണ്? സ്റ്റീവ് ജോസ് താഴെ. എടാ, അത് എന്താണ്? മാഗ്നറ്റ് തന്നെയാണ് അത്. അവനെ ഓക്കെ, അവനെ എന്തോ ഒന്നിലും ഒട്ടിച്ചു വെച്ചിരുന്ന മാഗ്നറ്റ് ആണ് കേട്ടോ. മാഗ്നറ്റ് പറിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അത് മറ്റേ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നതല്ലേ? ഓക്കെ 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 യെസ്. കുറേ ആള് സഹായത്തിന് നിൽക്കുന്ന നോക്കിയ ജുവല്. ചേട്ടാ മാഗ്നറ്റ് വേണം, ഇപ്പം എടുത്തരാം. ഓക്കെ 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 അപ്പൊ എല്ലാവരും ഇതേ മാഗ്നറ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മാഗ്നറ്റിന്റെ സാധാരണ നമ്മൾ കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിന്, ഈ ഷേപ്പുള്ള ഒരു മാഗ്നറ്റിന് ഒരു പേരുണ്ട്. അറിയാവുന്നവരൊന്ന് ടാറ്റ കാണിച്ചേ. ഈ ഷേപ്പിൽ ഇങ്ങനെ റെക്ടാങ്കുലർ ഷേപ്പിലിരിക്കുന്ന മാഗ്നറ്റിന്റെ നെയിം അറിയാവുന്നവർ? യെസ്, വിളിച്ചോ സാർ. ഇത്രയും പേര് ടാറ്റ കാണിച്ചിട്ടേ സാറിന് വിളിക്കാൻ കൺഫ്യൂഷൻ. എല്ലാവരും ടാറ്റ കാണിക്കുന്നുണ്ട്. യെസ്, വിളിച്ചോ. ആരാണ്? പ്രണവേ, ഇത് ഏത് മാഗ്നറ്റാ? ഏത് ടൈപ്പ് ഓഫ് മാഗ്നറ്റാ? ബാർ മാഗ്നറ്റ്. യെസ്, വെരി ഗുഡ്. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? യെസ്, മാഗ്നറ്റിന് എത്ര പോൾസ് ഉണ്ട്, മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വീശി ടാറ്റ കാണിച്ചേ. യെസ് മിസ്, യു ഹാവ് ലേൺഡ് ഇറ്റ്. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, എനിക്ക് ഇനി അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന മാഗ്നറ്റിന്റെ ഈ സൈഡിലേക്ക്, ഈ സൗത്ത് എന്ന് പറയുന്ന ആ ഒരു പോളിലേക്ക് വേറൊരു മാഗ്നറ്റ്, ആ മാഗ്നറ്റ് ഇങ്ങനെ കുതിച്ചു പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വരുമ്പോൾ ഈ സൗത്തിന്റെ നേരെ വരുന്ന സൈഡ് എന്ന് പറയുന്നത് നോർത്താണ്. ഓക്കെ, സൗത്തിന്റെ നേരെ ആര് വരുന്നു? അടുത്തൊരു നോർത്ത് പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മാഗ്നറ്റ്സും അട്രാക്ട് ചെയ്യോ അല്ലെങ്കിൽ റിപ്പല് ചെയ്യോ? വിളിച്ചോ. അഭിനന്ദ. ഓക്കെ, ഇതൊക്കെ മുന്നേ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗുഡ് ഈവനിങ്. യെസ്, വെരി ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ സൗത്തിലേക്ക് വേറൊരു മാഗ്നറ്റ് നോർത്തുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം ഉണ്ടാക്കാൻ വരാണ്. ഓക്കെ, പ്രശ്നം ഉണ്ടാവോ അവിടെ? പ്രശ്നം ഉണ്ടാവോ? ഒരു അട്രാക്റ്റീവ് റിപ്പൽ ചെയ്യോ? അട്രാക്ട് ചെയ്യും. പിന്നെ എങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത്? അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഒരു ഫ്രണ്ട്സ് ആണ്. ഓക്കെ, യെസ്. അപ്പോ സൗത്തും നോർത്തും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർ അട്രാക്ട് ആണ് ചെയ്യുന്നത്, കാരണം അവര് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, നമ്മളെ പോലെയാണ്. ഓക്കെ, അതായത് അൺലൈക്ക് പോൾസ് ആണെങ്കിൽ, സൗത്ത് നോർത്ത് എന്ന് പറയുമ്പോൾ അൺലൈക്ക് പോൾസ് അല്ലേ, ഡിഫറെന്റ് പോൾസ് അല്ലേ, ഡിഫറെന്റ് പോൾസ് ആണെങ്കിൽ അവരെപ്പോഴും അട്രാക്ട് ചെയ്യും. പക്ഷേ ലൈക്ക് പോൾസ് ആണെങ്കിൽ കണ്ട, ഡിഫറെന്റ് പോൾസ് ആണെങ്കിൽ കണ്ട, വരുന്നു, അട്രാക്ട് ചെയ്യുന്നു, ഒരു ഫ്രണ്ട്സ് ആയിട്ട് കൂടെ ഇരിക്കുന്നു. പക്ഷേ സെയിം പോൾസ് ആണെങ്കിൽ നോ വേ, ഗോ എവേ, ഓക്കെ, സ്റ്റേ എവേ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തും. കാരണം എന്താണ്? ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പല് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനും സാറും തമ്മിൽ ഭയങ്കര എനിമീസാണ്. എൻ്റെ എനിമിയാണ് സാർ. കാരണം ഞങ്ങൾ രണ്ടുപേരും എന്താ, ടീച്ചേഴ്സ് ആണല്ലേ, ഞങ്ങൾ രണ്ടുപേരും സെയിം പോൾസ് ആണ്. അപ്പം ഞങ്ങൾ ഭയങ്കര ശത്രുക്കളാണ്. പക്ഷേ നമ്മൾ രണ്ടുപേരും ടീച്ചേഴ്സും സ്റ്റുഡൻസും നമ്മൾ ഡിഫറെൻറ്റ് പോൾസ് ആണ്. നമ്മൾ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആണല്ലേ, അല്ലേ? യെസ്, അത്രേ ഉള്ളൂ കാര്യം. ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പല് ചെയ്യുന്നു, അൺലൈക്ക് പോൾസ് എപ്പോഴും അട്രാക്ട് ചെയ്യുന്നു കേട്ടോ. മാഗ്നറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോ, ഒന്ന് വേഗം എഴുതി വെക്കാം. ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഒരു മാഗ്നറ്റിന്റെ പിക്ചറും വരച്ചു വെച്ചോ. നോർത്തും സൗത്തും വരുന്ന ഒരു പിക്ചറും വരച്ചു വെക്കാം. മാഗ്നറ്റ് ഒക്കെ എന്താണെന്ന് അറിയണ്ടേ? യെസ്, വേഗാവട്ടെ. ഓക്കെ,
വാട്ട് അബൌട്ട് മീ സ്റ്റീവ്? എടാ നീ എക്സെപ്ഷൻ കേസാടാ. യെസ് 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 ഓക്കെ. തനുത്ര വരച്ചിട്ടുണ്ട്, അടിപൊളി അടിപൊളി സൂപ്പർ. നന്ദാബാല വരച്ചിട്ടുണ്ട്, ഒന്ന് കാണിച്ച്. ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്സ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാവരും വരച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഓ, എല്ലാവരും ഭയങ്കര ധൃതി പിടിച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. വരച്ചോട്ടെ, സമാധാനമായിട്ട് വരച്ചോ, കുഴപ്പമില്ല, മിസ് ശല്യപ്പെടുത്തുന്നില്ല. ഓക്കെ യെസ് ഓക്കെ. അപ്പം നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഒരു ആളെക്കുറിച്ച് കൂടി ഒന്ന് പഠിക്കാം കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ മാഗ്നറ്റിന് ഫോർ എക്സാമ്പിൾ ഇത് ഒരു മാഗ്നറ്റാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെൻ ഒരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ മാഗ്നറ്റിനെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു അയൺ റോഡാണെന്ന് വിചാരിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന പെൻ, മാഗ്നറ്റ്, ഇത് ഒരു അയൺ റോഡ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ഒരാൾ വിളിച്ചു സാർ, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? എല്ലാവരും കയ്യിൽ എന്തെങ്കിലും ഇതുപോലെ രണ്ടെണ്ണം എന്തെങ്കിലും പിടിച്ചു വെച്ചോട്ടോ, അപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ യെസ്, എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും അല്ലേ? അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ മാഗ്നറ്റ് ഇരിക്കുന്നു, ഇവിടെ നമ്മുടെ ഫോൺ ഇരിക്കുന്നു. ഓക്കെ, ഈ ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചപ്പോൾ അത് അട്രാക്ട് ചെയ്തു, പെട്ടെന്ന് ഓടി വന്ന് അട്രാക്ട് ചെയ്തു. പക്ഷെ ഞാൻ ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചു, ഇനി അട്രാക്ട് ചെയ്യോ? ഇല്ല അല്ലേ? കാരണം എന്താണ്? ആ യെസ് യെസ്, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മാഗ്നറ്റ് എങ്കിൽ, സാർ ഒന്ന് മ്യൂട്ട് ചെയ്ത്, ഇതാണ് നമ്മുടെ മാഗ്നറ്റ് എങ്കിൽ ഈ മാഗ്നറ്റിന്റെ പവർ എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡായി കിടക്കുന്നില്ല. അതായത് കുറച്ചൊരു ഏരിയയിൽ മാത്രമേ ആ പവർ ഉണ്ടാവുള്ളൂ. ആ മാഗ്നറ്റിക് പവർ, ആ മാഗ്നറ്റിക് സ്ട്രെങ്ത് എത്രത്തോളം റീജിയനിൽ സ്പ്രെഡ് ആയിട്ടുണ്ടോ ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതായത് മാഗ്നറ്റിന്റെ ചുറ്റിനും സറൗണ്ടിങ്സിൽ ഒരു റീജിയൻ ഉണ്ടായിരിക്കും. ആ റീജിയണിന്റെ അകത്തേക്ക് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കയറിയാൽ അട്രാക്ട് ചെയ്യപ്പെടും. പുറത്ത് നിൽക്കുകയാണെങ്കിൽ കൂളായിട്ട് നിൽക്കാം, അട്രാക്ട് ഒന്നും ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആ റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് ദാറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ആ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ആ റീജിയൻ ഇല്ലേ, അത്രേ ഉള്ളൂ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡൗട്ട് ഉള്ളവർ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉള്ളവർ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്, എന്നാലും കുഴപ്പമില്ല. സാർ ഒന്ന് ലോവർ ചെയ്ത് എന്നിട്ട് ചോദിച്ചു നോക്കാം. ഓക്കെ യെസ്, ഡൗട്ട് ഉള്ളവരെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യണം. വിളിച്ചോ. സ്റ്റീവ് ഡൗട്ട് ആണോടാ? ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ആണോ? എന്താടാ പറഞ്ഞോ? ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരെ ഈ ലൈൻസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, ഫീൽഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഏരിയയിലായിരിക്കില്ല. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്ന കുറച്ച് ലൈൻസ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ലൈൻസ് ഇമാജിനറി ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല അവരെ, പക്ഷെ അവിടെ ആ ലൈൻസ് ഉണ്ട്. ഓക്കെ, കുറേ സയൻറ്റിസ്റ്റുകൾ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ ലൈൻസ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബേസിക് എക്സ്പെരിമെൻ്റ് ഉണ്ട്. നമുക്ക് കുറച്ച് അയൺ പൗഡേഴ്സ് എടുക്കാം. അയൺ ഫില്ലിങ്സ് ഇല്ലേ, അയൺ പൗഡേഴ്സ്, ഇരുമ്പിൻ്റെ കുറച്ച് പൊടി എടുക്കാം. ഈ പൊടി എടുത്തിട്ട് നമ്മൾ ആ പൊടിയുടെ മേലേക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ചു. ഈ മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കുള്ളൂ നമ്മുടെ ആ പൊടി അട്രാക്റ്റ് ആവുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് വന്ന് അട്രാക്റ്റ് ആവുകയല്ല ചെയ്യുന്നത്, ഇതുപോലെ ഇങ്ങനെ സർക്കിൾസ് ആയിട്ടായിരിക്കുള്ളൂ അത് വന്ന് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവരാം. ഓക്കെ യെസ്, അപ്പോൾ ഈ റീജിയനെ, ഈ പിക്ചർ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ റീജിയൻ്റെ പുറത്താണെങ്കിൽ നോ അട്രാക്ഷൻ, അകത്താണെങ്കിൽ ഒൺലി അട്രാക്ഷൻ. ഓക്കെ യെസ്, എഴുതിയെങ്കിൽ ഡബിൾ തം, എഴുതി കഴിഞ്ഞെങ്കിൽ ഡബിൾ തം. വിത്ത് പവർ, ഇവിടെ പവർ വരുത്താനായിട്ട് ഞാൻ ഇനി എന്തൊക്കെ കലക്കി തരണം? ബൂസ്റ്റൊക്കെ എടുക്കട്ടെ? യെസ് ഓക്കെ, ഇതെന്താണിത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, വിളിച്ചോ, ഒരാളെ വിളിച്ചോ. ഇത് എന്താണ്? കോമ്പസ്. ഓക്കെ, കോമ്പസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതുകൂടിയും പറഞ്ഞാൽ എനിക്ക് സമാധാനമാവും. എന്ത് നോക്കാൻ? ഡയറക്ഷൻസ് നോക്കാൻ. കോമ്പസ് ഉണ്ടോ കയ്യിൽ? കോമ്പസ് യൂസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
ഫോണിലത്തെ കോമ്പസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഫോണിൽ ഇപ്പം നമ്മളിപ്പോൾ AI വേൾഡിലാണല്ലോ, ഫോണിൽ നമുക്ക് കിട്ടാത്ത ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഫോണിൽ നമുക്ക് കോമ്പസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കോമ്പസ് കണ്ടിട്ടുള്ളവർ, കയ്യിൽ പിടിച്ച് യൂസ് ചെയ്തിട്ടുള്ളവരൊന്ന് ടാറ്റ കാണിച്ചേ. കോമ്പസ് കണ്ടിട്ടുണ്ട് മിസ്സേ, ഞാൻ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ട്, താഴെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് മിസ്സേ. യെസ്, ഒന്ന് ടാറ്റ കാണിച്ചേ. വിളിച്ചോ താഴെ ഇട്ട് പൊട്ടിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ പ്രണവ്. ആ മിസ്സേ ഞാൻ വിളിച്ചോ. ആരാണ്? ശ്രേയ കൈ വീശി എന്നിട്ട് അപ്പൊ തന്നെ താത്തി. ഓക്കെ, നോ ആണെങ്കിൽ ഓക്കെ. ഞാൻ കണ്ടിട്ടില്ല മിസ് എന്ന് പറഞ്ഞാണോ? ഓക്കെ, അടുത്ത വിളിച്ചോ. തനുത്ര തന്നെ വീണ്ടും അഗെയിൻ വീണ്ടും നിങ്ങളോ? ഓക്കെ, യെസ്. എവിടെയാണ് കണ്ടത്? എപ്പോഴാ പിടിച്ചത്? സ്കൂളില്, ലാബില്? എന്റെ വീട്ടിലില്ല. ആ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ടേബിൾ ഇട്ടുണ്ട്. എടുത്തു നോക്കിയപ്പോ എന്താ കണ്ടത്? നീഡിൽ ഇങ്ങനെ കറങ്ങുന്നു. ഈ നീഡിൽ കണ്ടില്ലേ? ഇതാണ് ആ നീഡിൽ. കണ്ടോ? ഒരറ്റത്ത് റെഡ് ആയിരിക്കും, മറ്റേ അറ്റം നോർമൽ ആയിരിക്കുള്ളൂ. ഓക്കെ, ഈ റെഡ് ഏത് ഡയറക്ഷനെ കാണിക്കണേന്ന് അറിയോ? വെരി ഗുഡ്, യെസ്. ഈ റെഡ് കാണിക്കുന്നത് ഇവിടെ വരുന്നില്ലല്ലോ. റെഡ് കാണിക്കുന്നത് നോർത്ത് ആയിരിക്കുള്ളൂ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? അടുത്ത വിളിച്ചു സാർ. ഹൻഷാൽ. ഓക്കെ, ഹൻഷാലെ നീ ഇവിടെ ഇരുന്ന് ഇത്ര നേരം? നിന്നെ വിളിക്കാൻ പറ്റിയില്ല എനിക്ക്. ഓക്കെ, യെസ്. എടാ, ഈ റെഡ് കാണിക്കുന്നത് നോർത്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് നീഡിൽ കാണിക്കുന്ന ഏത് ഡയറക്ഷൻ ആയിരിക്കും? സൗത്ത് ആയിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ വലിയ ട്രക്കിങ്ങിനോ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോയി, അപ്പം നമ്മുടെ ഒരു വലിയൊരു ഫോറസ്റ്റിൽ വി ലോസ് ദർ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ എവിടെയൊക്കെയോ പോയി, പക്ഷെ നമ്മളവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി. ആ സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമ്മളെ സേവ് ചെയ്യാനായിട്ട്? കോമ്പസ് ഉണ്ട്. യെസ്, അപ്പോൾ കോമ്പസ് വെച്ച് നമ്മളിങ്ങനെ നോക്കി. നമുക്ക് പോകേണ്ടത് സൗത്തിലോട്ടാണ്. ഓക്കെ, നമുക്ക് പോകേണ്ടത് സൗത്തിലോട്ടാണ്. അപ്പം ഞാൻ കോമ്പസ് നോക്കിയപ്പോൾ നോർത്ത് കാണിക്കുന്നത് അങ്ങടാ, ആ സൈഡാണ് നോർത്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ ഏത് സൈഡ് പോകണം? അടുത്ത വിളിച്ചു സാർ. ശ്രീനന്ദനെ വിളിക്കാം. ഓക്കെ, ശ്രീനന്ദ, എൻ്റെ കോമ്പസിൽ നോർത്ത് കാണിക്കുന്നത് ദേ ഈ സൈഡാണ്. എനിക്ക് പോകേണ്ടത് സൗത്തിലോട്ടാ. അപ്പം ഞാൻ എങ്ങോട്ട് പോകണം? അങ്ങോട്ട് തന്നെ പോയാൽ മതിയാ? പിന്നെ എങ്ങോട്ട് പോകണം? ഇങ്ങനെ പോവാ അല്ലേ? ഇങ്ങനെ പോകണം. യെസ്, ഓക്കെ. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് കോമ്പസ് യൂസ് ചെയ്തിട്ട് അത് ഡയറക്ഷനൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. കോമ്പസിൽ എപ്പോഴും നമ്മുടെ നീഡിൽ എങ്ങനെ നിൽക്കുള്ളൂ? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമേ ആ നീഡിൽ നിൽക്കുള്ളൂ. യെസ്, ഓക്കെ. അപ്പം നമ്മുടെ ഡയറക്ഷൻ തരാനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് നമ്മുടെ കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കോമ്പസിനെ കുറിച്ചൊക്കെ ബാക്കി പഠിക്കുന്നതിന് മുമ്പ് എല്ലാവരും വേഗം ഒന്ന് ചാടി എഴുന്നേറ്റ്. എന്താണിത്? ഇരുന്നങ്ങ് ഉറച്ചു പോയാ? ചാടി എണീറ്റ്. അതേ എനിക്കടാ. യെസ്, ചാടി എണീക്കാൻ പറഞ്ഞ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചാടി എണീക്കാൻ പറഞ്ഞ ചാടി എണീക്കും കേട്ടോ. ഇങ്ങനെ എണീക്കുള്ളൂ. മിസ്സേ എന്താ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കും എണീക്കുള്ളൂ. യെസ്, വേഗം എല്ലാവരും എഴുന്നേക്കാം. യെസ്, എഴുന്നേറ്റില്ലേ സാർ? എല്ലാവരും ഒന്ന് കാണിച്ച്. എല്ലാവരും എഴുന്നേറ്റുണ്ട്. ഓക്കെ, യെസ്. എഴുന്നേറ്റെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടത് ലെഫ്റ്റ് റൈറ്റ്. ആദ്യം റൈറ്റ് ഹാൻഡ് പോക്കണം, പിന്നെ ലെഫ്റ്റ് ഹാൻഡ്. ഇതെന്താണിത്? ശ്രേയ എങ്ങനെയാണെന്നാ ചെയ്യണത്? ശ്രേയ നോക്കിയേ, എന്തോ ഡാൻസിന് സ്റ്റെപ്പ് ഇടുന്ന പോലെയാണ് ആൾ ചെയ്യുന്നത്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് പൊക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഗ് പൊക്കുക, ലെഫ്റ്റ് ഹാൻഡ് പൊക്കുമ്പോൾ റൈറ്റ് ലെഗ് പൊക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്ന ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ചെയ്തോണ്ടിരുന്നോ കാർത്തിക്? അടിപൊളി, സൂപ്പർ, ഗോൺ. ഓക്കെ, അടിപൊളി. ഓക്കെ, യെസ്, സൂപ്പർ, അടിപൊളി. ഓക്കെ, ഇനി ഒരു 2 ചാട്ടവും കൂടി ചാടിയിട്ടിരുന്നോളൂ കേട്ടോ. 2 ജംപ്സ്, നല്ല പൊങ്ങി അങ്ങ് ചാടിക്കോ. യെസ്, വിത്ത് മാക്സിമം ഹൈറ്റ്. ശ്രേയേ പേടിച്ചു പോയി, ഞാൻ വീഴോ? ഓക്കെ, യെസ്, മതി ഇരുന്നു. ഓൾ സിറ്റ് ഡൗൺ. യെസ്, എല്ലാവരും ഇരിക്കുക. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് കടക്കാം. യെസ്, ഇത് കറങ്ങൂ. ഇത്ര നേരം കറങ്ങിയില്ലല്ലോ, നമ്മുടെ കോമ്പസ് കറങ്ങുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ആളെ നോക്കാം. യെസ്, നമ്മുടെ കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതായത് ദ പ്രസൻസ് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ ഇല്ലേ, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റിക് കോമ്പസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സെന്റൻസ് കൂടി എഴുതി വെച്ചോ. യെസ്, ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്. അതായത് ഇതെൻ്റെ മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കാം.
ഇതെൻ്റെ മാഗ്നറ്റ് ആണ്. ഞാൻ ഈ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കോമ്പസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോമ്പസ് പെട്ടെന്ന് നന്നായി ഡിഫ്ലക്റ്റ് ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ മീനിങ് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഞാനൊരു മാഗ്നറ്റ് എടുത്തു, മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് ഒരു കോമ്പസ് കൊണ്ടുവന്നു, കോമ്പസ് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? യെസ്, പ്രാർത്ഥന എന്ന് വിളിച്ചു സാർ. യെസ്, മുള്ളു യെസ്, അഡ്മിറ്റ് ചെയ്തോടാ. ഞാൻ കോമ്പസ് എടുത്തു. ഓക്കെ, കോമ്പസ് എടുത്തിട്ട് എവിടെ പോയി? കിട്ടുന്നില്ല? കുഴപ്പമില്ല. ഓക്കെ, അടുത്ത വിളിച്ചു. ആരാണ്? പ്രഗ്യനെ വിളിക്കാം. ഓക്കെ, യെസ്. പ്രഗ്യ, ഞാൻ കോമ്പസ് എടുത്തു. ഓക്കെ, കോമ്പസിന്റെ ചുറ്റും, കോമ്പസ് അല്ല, മാഗ്നറ്റ് എടുത്തു. മാഗ്നറ്റിന്റെ ചുറ്റും എന്ത് ഫീൽഡ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ എന്ത് കൊണ്ടുവരാണ്? കോമ്പസിനെ കൊണ്ടുവരാണ്. ഓക്കെ, പക്ഷേ ഇത് മാഗ്നറ്റ് ആണോ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഇതൊരു മാഗ്നറ്റ് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം എനിക്ക് അറിയണം ഇത് മാഗ്നറ്റ് ആണോ അല്ലേന്ന് എനിക്ക് അറിയണം. അതിന് വേണ്ടിയാണ് ഞാൻ കോമ്പസ് കൊണ്ടുവന്നത്. അപ്പോൾ കോമ്പസ് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഈ കോമ്പസ് നന്നായി ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പം അതിന്റെ മീനിങ് എന്താണ്? ഇത് മാഗ്നറ്റ് ആണെന്നാണോ? ആണെന്നാണ്. പക്ഷെ ഡിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിലോ? അത് മാഗ്നറ്റ് അല്ല അല്ലേ, അത് നോർമൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഡിഫ്ലക്റ്റ് ചെയ്താൽ അത് എന്തായിരിക്കുള്ളൂ? അത് മാഗ്നറ്റ് ആയിരിക്കും കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ കോമ്പസ് നന്നായി ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രസൻസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. എഴുതി കഴിഞ്ഞെങ്കിൽ വീശിക്കോ, നന്നായി വീശിക്കോ, നല്ല കാറ്റ് വരട്ടെ. യെസ്. ഓക്കെ, കാർത്തികേ, എന്താണ് അത് കയ്യിൽ? ബോംബ പൊട്ടിത്തെറിക്കോ? കാർത്തികനെന്ന് വിളിച്ചേ സാർ. യെസ്. നേത്ര, ഒന്ന് എഴുന്നേറ്റിരുന്നേ ഉഷാറായിട്ട്. കേട്ടക്കണ കണ്ടോ? യെസ്. എടാ, എന്താ കയ്യിലുള്ളത്? എടാ, നീ അത് പറിച്ചെടുത്തതാണോ? ഓക്കെ, കൊള്ളാം. വലിയ മാഗ്നറ്റ് ആണല്ലോ കയ്യില്. ഓക്കെ, സൂപ്പർ, അടിപൊളി. ഓക്കെ, അപ്പം നമ്മൾ ഇനി നേരെ ഞാനിതിലിങ്ങനെ ചാരിക്കട്ടെ, നല്ല പോസ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കേട്ടോ. ഹെഡിങ് എഴുതാം, മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വേഗം ഹെഡിങ് എഴുതാം. യെസ്, സിമ്പിളായിട്ട് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് സിമ്പിൾ വേർഡ്സിൽ ഇപ്പം ഞാൻ ഒന്ന് പറയാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഹെഡിങ് എഴുതാം. ഒരു നോർമൽ മെറ്റൽ വയർ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മെറ്റൽ വയർ, ഈ മെറ്റൽ വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ കാണുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടുന്നത് അല്ലേ? വയേഴ്സിലൂടെ ഇലക്ട്രിസിറ്റി വരുമ്പോഴാണ് നമുക്ക് ലൈറ്റ് ഒക്കെ കിട്ടുന്നത്. പക്ഷേ ഒരു വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വയറിന് പെട്ടെന്ന് മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് ആ വയർ എന്തായി മാറുന്നുണ്ട്? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല, നമ്മളത് കാണുന്നില്ലെന്നുള്ളൂ. പക്ഷേ ഒരു വയറിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്താൽ ആ വയറ് മാഗ്നറ്റ് ആയിട്ട് മാറും. ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാഗ്നറ്റ് ആവും. പിന്നെ ആ ഇലക്ട്രിസിറ്റി നമ്മൾ റിമൂവ് ചെയ്തെന്ന് വിചാരിക്കാം, പിന്നെ തിരിച്ച് നോർമൽ വയർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അല്ലാണ്ട് നമ്മുടെ സാധാരണ മാഗ്നറ്റ് പോലെ എപ്പോഴും മാഗ്നറ്റ് ആയിട്ടൊന്നും ഇരിക്കൂല. ഇലക്ട്രിസിറ്റി കിട്ടിയാൽ പെട്ടെന്ന് മാഗ്നറ്റ് ആവും, ഇലക്ട്രിസിറ്റി നമ്മൾ റിമൂവ് ചെയ്താൽ തിരിച്ച് പഴയ പോലെ ആവും. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു എഫക്റ്റിന്, ആ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു എഫക്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പം ഇനി നമ്മൾ നേരെ നമുക്ക് ആ ഡെഫിനിഷൻ കൂടി ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ബ്രേക്ക് ഒക്കെ എടുക്കാമല്ലേ സാർ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് വേഗം ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വെൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ എ വയർ, ഒരു വയറിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റ്. ഇത്രയും സിമ്പിൾ ഡെഫിനിഷൻ നിങ്ങൾ വേറെ എങ്ങും പഠിക്കൂല കേട്ടോ. ഓക്കെ, യെസ്. വേറെ ബാക്കി നമുക്ക് ഫിസിക്സിൽ സാധാരണ എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷനൊക്കെ വരുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആരും ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. തെറ്റിച്ചോ ഞാനും അദ്വൈതം കൂടി വരെ പിടിക്കാൻ. ഓക്കെ, യെസ്. വെൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ എ വയർ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റ്. യെസ്, ഒരാളൊന്ന് വിളിച്ചേ സാർ. നേത്രൻ വിളിക്കാം. യെസ്, ഗുഡ് ഈവനിങ്. യെസ്, അപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ് മനസ്സിലായതെന്ന് പറഞ്ഞേ?
അതായത് ഇപ്പൊ ഒരു വയറിൽ കൂടെ ഇലക്ട്രിക് പാസ് ചെയ്താൽ മാത്രമേ അതൊരു മാഗ്നറ്റിക് ഇതായിട്ട് പെർഫോം ചെയ്യുള്ളൂ. ഇപ്പൊ ഇലക്ട്രിക് പാസ് ചെയ്തില്ലെങ്കിൽ അത് നോർമൽ വയറാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. ആ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അത് മാഗ്നറ്റ് ആവും, പാസ് ചെയ്തില്ലെങ്കിൽ അത് നേരെ തിരിച്ച് പഴയ ഒരു വയർ പോലെ തന്നെ ആവും. ഓക്കെ, ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ദ ഇലക്ട്രിക് കറന്റ്. ഓക്കെ, വേഗം എഴുതാ. ഞാൻ 1 മിനിറ്റ് ടൈം തരും. ആ 1 മിനിറ്റ് കൊണ്ട് ഈ ഡെഫിനിഷൻ ഇപ്പൊ പഠിക്കുക, ഇപ്പൊ എന്നെ പഠിച്ച് കേൾപ്പിക്കുക, പറഞ്ഞു കേൾപ്പിക്കുക. ഓക്കെ, യെസ്, 1 മിനിറ്റിൽ വേഗം പഠിക്കുക. നമുക്ക് എല്ലാത്തിനും 1 മിനിറ്റ് ആണ് സാർ. ബ്രേക്കും 1 മിനിറ്റ് ആക്കിയാലോ? എന്നെ ഓടിക്കുമല്ലേ നിങ്ങൾ? ഓക്കെ, യെസ്, വേഗം പഠിക്കുക, 1 മിനിറ്റിൽ പറഞ്ഞു കേൾപ്പിക്കുക. പഠിച്ചു കഴിഞ്ഞവർ ഉടനെ തന്നെ റേസ് ഹാൻഡ് ചെയ്യാം. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച് എല്ലാവരും. എഴുതി കഴിഞ്ഞോ? യെസ് യെസ്, ഓൾ സെറ്റ്. ഓക്കെ, യെസ്, പഠിച്ചു കഴിഞ്ഞവർ റേസ് ഹാൻഡ്. എടാ സ്റ്റീവ്, എല്ലാവർക്കും ഒന്ന് സമയം കൊടുക്കടാ നീ. ഓക്കെ, യെസ്, വിളിച്ചോ സാർ. അബിയ. Yes, tell me what is magnetic effect of electric current? When electric current passes through a wire, it behaves like a magnet. This is termed as the magnetic effect of electric current. Very good. Super. ഫസ്റ്റ് ചോദിച്ച ആൾ തന്നെ ഭയങ്കര സൂപ്പർ ആയിട്ട് പറഞ്ഞു. എനിക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എനർജി കിട്ടും എല്ലാവരും ആൻസർ പറയുമ്പോൾ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചു സാർ. ദേവിക. യെസ്, പറഞ്ഞോടാ. When the electric current passes through a wire, it behaves like a magnet. This is called magnetic effect of electric current. Yes, super. സിമ്പിൾ ഡെഫിനിഷൻ അല്ലേ, നമുക്ക് അറിയില്ലേ പിന്നെ. യെസ്, അടുത്ത ആൾ വിളിച്ചോ. എടാ സ്റ്റീവേ, എടാ എനിക്കറിയാം നീ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതാണ്ടാ, നമുക്ക് എല്ലാവരോടും ചോദിക്കണ്ടേ? എന്താടാ? അടുത്ത ആൾ വിളിച്ചോ സാർ. അമീൻ. ഓക്കെ, പറഞ്ഞോടാ. The electricity passes through a wire, it behaves like a magnet. This is known as magnetic effect of electricity. അടിപൊളി, സൂപ്പർ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഒരാളോട് കൂടി ചോദിച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അടുത്ത വിളിച്ചോ. വേദിന് വിളിക്കാം. ഓക്കെ, യെസ്, കുഴപ്പമില്ല, നീ പറഞ്ഞോ, പഠിച്ചു പറഞ്ഞോ. When electricity passes through a wire, it behaves like a magnet. This is the magnetic effect of electricity. അടിപൊളി, അത്രേ ഉള്ളൂ. സൂപ്പർ. റീസെന്റ് ചെയ്യാത്ത ഒരാളെ കൂടി വിളിച്ചേ സാർ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമാവില്ല. മരിയ. ഓക്കെ, മരിയ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ട്, ഇല്ലെങ്കിൽ ബ്രേക്ക് ഇല്ല. ഓക്കെ, പറഞ്ഞോടാ. When electric current passes through a wire, it behaves like a magnet. It is known as magnetic effect of electric current. ബ്രേക്ക് തരേണ്ട അവസ്ഥയാണല്ലോ, ഞാൻ ബ്രേക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, യെസ്, അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് പോയാലോ? ഓക്കെ അല്ലേ? യെസ്, 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നോട്ടോ. We have learned the definition and we are now moving to the scientist who discovered the magnetic effect of electric current. കേട്ടോ, Hans Christian Ørsted. ഓക്കെ, അപ്പൊ ആ ഡെഫിനിഷന്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വെക്കാം, ഹാൻസ് ക്രിസ്ത്യൻ ഓസ്റ്റ്രോഡ്. കേട്ടോ, ഈ സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഈ പറയുന്ന മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അപ്പൊ സയന്റിസ്റ്റിന്റെ പേര് വേഗം ഒന്ന് എഴുതി വെക്കാം. ഹിബാമിസ് ഇവിടെ പുറത്തിരുന്ന് മുട്ട കഴിക്കുന്നുണ്ട്. മിസ്സിനെ ശല്യപ്പെടുത്തുന്നു. മിസ്സിനെ ശല്യപ്പെടുത്തില്ലെന്ന് പറയാൻ വേണ്ടി പോയതാണ്. ഓക്കെ, യെസ്, അപ്പൊ സയന്റിസ്റ്റിന്റെ പേര് എഴുതി വെക്കാം. തനുത്രേ, ഞാൻ വിശന്നാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പൊ ഹിബാമിസിന്റെ ചീത്ത പറഞ്ഞു വന്നോളൂ. എന്റെ മുമ്പിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കണേന്ന് ചോദിച്ചോണ്ട്. അപ്പൊ അതിവിടെ വേറെ ആൾക്കാർ എന്നെ ഫുഡ് കഴിച്ച് കൊതിപ്പിക്കുന്നു. ഓക്കെ, യെസ്. ഓക്കെ, ഒരാൾ വിളിച്ചു സാർ. ഹരിനന്ദ. ഓക്കെ, ഹരിനന്ദ, നമ്മുടെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഡിസ്കവർ ചെയ്ത നമ്മുടെ സയന്റിസ്റ്റിന്റെ പേരൊന്ന് പറഞ്ഞേ. Hans Christian Ørsted. Yes, very good. Hans Christian Ørsted. Okay. Yes. Okay. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ് ഇതെന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരാൾ വിളിച്ചു സാർ. ഇന്നത്തെ ക്ലാസ്സിൽ ഫുള്ള് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ. അന്ന ഫാത്തിമ. അയൺ നെയിൽ. ഓക്കെ, ആണി, അത്രയും മതി. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അയൺ നെയിൽ, അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ആണിയല്ലേ. എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അടുത്ത ആൾ വിളിച്ചോ. എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അദ്വൈതേ. യെസ്,
ഇവന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണല്ലേ? നമുക്ക് അവന്റെ ബുക്ക് കാണാൻ പറ്റില്ല. ആ എട്ടാ ഭീകര, ഇത്ര നേരം ഞാൻ നിന്റെ ബുക്ക് കാണാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ യെസ്. എടാ ഈ കാണുന്ന ആ എണ്ണയിലില്ലേ? ആണോ? ഓക്കെ. എടാ ഈ അയണ്ണയിലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എനി സ്പെഷ്യാലിറ്റി? എന്തുണ്ട്? മാഗ്നറ്റിക് ആണെന്നാ? ഈ അയണ്ണയിൽ മാഗ്നറ്റിക് ആണെന്നാ? ഇത് നോർമൽ അയണ്ണയിലല്ലേടാ? ആൾക്ക് ഞാൻ എന്തെങ്കിലും പവർ കൊടുത്തിട്ടുണ്ട്? ആൾ എവിടെയെങ്കിലും കണക്റ്റഡ് ആണോ? എടാ ആളെങ്ങും കണക്റ്റഡ് അല്ല, ആളവിടെ വെറുതെ നിൽക്കുന്നു. അവൻ അവിടെ ചാടിക്കേറിയ ആള് മാഗ്നറ്റ് ആണെന്നൊക്കെ. എന്തായാലും വെറുതെ നിൽക്കല്ലേ മിസ്സേ, കുറച്ച് പവർ കൊടുത്തേക്കാന്ന്. ഓക്കെ. ഓ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന്. ഓക്കെ കറക്റ്റ് കറക്റ്റ്, അത് അടിപൊളി, കറക്റ്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ അതല്ല. അടുത്ത ആൾ വിളിച്ചോ സാർ. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, അത് കറക്റ്റ് ആണ്. അടിപൊളി. ഓക്കെ അടുത്ത ആൾ വിളിച്ചോ. വേദ്. ഓക്കെ വേദ്, ഈ കാണുന്ന അയൺ നെയിലിന് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ടോ? മാഗ്നറ്റിക് പവർ ഉണ്ടോ? ഇല്ല. ആ അതെ, വേറൊരു മാഗ്നറ്റ് കൊണ്ടുവന്നാൽ പുള്ളി ചിലപ്പോൾ അട്രാക്റ്റഡ് ആവും. പക്ഷെ പുള്ളിക്ക് വേറെ ആരെങ്കിലും അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല അല്ലെ? ആള് നോർമൽ ആയിട്ടുള്ള ഒരു അയണ്ണയിലാണ്. ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല അല്ലെ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആൾക്ക് ഒരു മാഗ്നറ്റിക് പവർ കൊടുക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഈ പാവപ്പെട്ട അയണ്ണയിലിനെ ഒരു മാഗ്നറ്റ് ആക്കി മാറ്റാൻ പോവാണ്. റെഡി ആണെങ്കിൽ പവർ. യെസ്, റെഡി ആണെങ്കിൽ, എന്റെ കൂടെ ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ പവർ. കണ്ടോ? യെസ്, വിത്ത് എക്സ്പ്രഷൻ, വിത്ത് എക്സ്പ്രഷൻ. ഓക്കെ യെസ്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യാനായിട്ട് പോകുന്നത്, ആ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ആ നെയിമിൽ നിന്ന് തന്നെ നമുക്കൊരു സംഭവം സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ അയൺ നെയിലിനെ മാഗ്നറ്റ് ആക്കുന്നത്? ഒരാൾ വിളിച്ചോ സാർ. അർഷിക്. ഓക്കെ അർഷിക്, നമ്മൾ ആ അയൺ നെയിലിലേക്ക് എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ മാഗ്നറ്റ് ആക്കുന്നത്? ഇലക്ട്രിസിറ്റി ആണോന്ന്? ആണ്. യെസ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ സാർ? എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ മനസ്സിലായ ഒരു പ്രത്യേകത ഉണ്ട്. ആണോ എന്ന് ചോദിക്കുന്നതല്ല, അവർക്ക് എല്ലാം അറിയാം, എല്ലാം അറിയാം അവർക്ക്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അവർ തരും. അത് അടിപൊളി, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മള് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടാണ് നമ്മുടെ അയൺ നെയിലിനെ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ, ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. എ സോഫ്റ്റ് അയൺ കോർ wound with a wire coil that produces a magnetic field only when electric current flows through it. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്? നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ എടുത്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ പോലെ അയൺ നെയിൽ. ഓക്കെ, ഒരു സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ ഒരു അയൺ നെയിൽ എടുത്തിരിക്കുന്നു. ഈ അയൺ നെയിലിനെ നമ്മൾ ഒരു വയർ വെച്ചിട്ട് ഒന്ന് വൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു വയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്ത് പാസ് ചെയ്യിക്കുന്നു? ആ വയറിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്നു. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ അയൺ നെയിൽ ഇപ്പൊ എന്തായി മാറി? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ഒരാളെ വിളിച്ചോ. മുഹമ്മദ് റിഹാൻ. ഓക്കെ മുഹമ്മദ് റിഹാനെ, ഞാൻ എന്താണ് എന്റെ കയ്യിൽ എന്താ എടുത്തിട്ടുള്ളത്? മാഗ്നറ്റ് അല്ലടാ, അയൺ നെയിൽ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ എന്ത് വെച്ച് ചുറ്റി? ബൈ ഗൈസ്, ബൈ. ടേപ്പ് വെച്ച് ചുറ്റിന്ന്. ടേപ്പ് വെച്ച് ചുറ്റി എവിടെ പോണത്? എടാ ഞാനൊരു വയർ വെച്ച് അതിനെ ചുറ്റി. ഓക്കെ, ഒരു അയൺ നെയിൽ എടുത്തു, എന്നിട്ട് അതിനൊരു വയർ വെച്ച് ചുറ്റി. വയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കോപ്പർ വയർ ആയിരിക്കാം, അല്ലെങ്കിൽ അലൂമിനിയം വയർ ആയിരിക്കാം, നിക്രോം ആയിരിക്കാം, ഏതെങ്കിലും വയർ ആയിക്കോട്ടെ. ഒരു വയർ വെച്ചിട്ട് ഞാൻ അതിനെ നന്നായിട്ട് അങ്ങ് ചുറ്റിയെടുത്തു. ചുറ്റിയെടുത്തിട്ട് എന്ത് ചെയ്തു? ആ വയറിന്റെ രണ്ട് എൻഡിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്ന് എന്ത് വരും? ഒരാൾ വിളിച്ചേ. വേദിനെ വിളിക്കാം. ഓക്കെ വേദ്, ഞാൻ ആ ചുറ്റിയ വയറിന്റെ രണ്ട് എൻഡിലേക്കും ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിൽ നിന്ന് എന്ത് വരും? ഇലക്ട്രിക് കറണ്ട് വരും. ഇലക്ട്രിക് കറണ്ട് ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ വന്ന് ആ വയറിൽ കൂടി ഇങ്ങനെ വന്ന് ആരുടെ അടുത്തെത്തും? അതും കൂടി പറ. ആ ഇലക്ട്രിക് കറണ്ട് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ വന്ന് വയറിൽ കൂടി ഇങ്ങനെ പോയി ആ ചുറ്റി കൂടി ഇങ്ങനെ വന്ന് അവസാനം ആരുടെ അടുത്തെത്തും കറണ്ട്?
അയൺ നെയിൽ, യെസ് അതാണ്, യെസ് അവസാനം നമ്മുടെ അയൺ നെയിലേക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി എത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ അയൺ നെയിൽ ഇപ്പൊ എന്തായി മാറും? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ആ മാഗ്നറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. യെസ്, പറഞ്ഞോ നേത്ര, എന്താണ് പ്രശ്നം? പറഞ്ഞോടാ. മിസ് അതില്ലേ കഴിഞ്ഞ വട്ടമുണ്ടല്ലോ ഞങ്ങക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടായി. അപ്പൊ എനിക്കൊന്നും അറിയാത്തത് ഞാൻ അപ്പുറത്തെ ഒരു ഇലക്ട്രിക് അങ്കിളൊക്കെ ഉണ്ടായിട്ടാ. എന്നിട്ട് ആ അങ്കിളോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചെയ്ത് എന്നിട്ട് ഒരാഴ്ചത്തെ ചുറ്റി ബാറ്ററി കയറി. എത്ര നേരം അതായിട്ട് നിന്നിട്ടൊന്നും വെക്കില്ല. കൊറേ നേരം മിസ്സേ, കൊറേ നേരം ഞാൻ ആ ചുറ്റി വെച്ച് നിന്ന് മിസ്സേ, ഒന്നും വർക്കായില്ല മിസ്സേ, ഒന്നും അട്രാക്ട് ആയില്ല അല്ലെ? എന്ത് വെച്ചാണ് ചുറ്റിയത്? അവൻ നേരത്തെ പറഞ്ഞ പോലെ ടേപ്പ് വെച്ചാണ് ചുറ്റിയത്. കോപ്പർ വയർ വെച്ച് ചുറ്റി, എന്നിട്ട് അതിന്റെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത്. കണക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നില്ലേ? എങ്ങും വിട്ടൊന്നും ഇരിപ്പുണ്ടായില്ലല്ലോ. അതെനിക്ക് സംശയമുണ്ട് മിസ്സേ, എവിടെയോ വിട്ടിരിപ്പുണ്ടായിരുന്നു തോന്നണ്. ഒന്നില്ലെങ്കിൽ നിന്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ നീ യൂസ് ചെയ്ത ബാറ്ററി ഒരു ഡെഡ് ബാറ്ററി ആയിരിക്കും. ഓക്കെ, പവർ കഴിഞ്ഞ ബാറ്ററി ആയിരിക്കും. ഇതാണ് രണ്ട് എക്സ്ട്രീംസ് ഉള്ളത്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് കാരണമായിരിക്കും നിനക്ക് ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റായത്. സാറില്ല, വിഷമിക്കണ്ട, നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, എല്ലാവരും ഇത് എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ചുറ്റാനെടുക്കുന്ന വയറില്ലേ, കോപ്പർ വയർ, ഈ കോപ്പർ വയർ ഇൻസുലേറ്റഡ് വയറാണോ നോക്കണം. ഇൻസുലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻസുലേഷൻ വെച്ച് കവർ ചെയ്തിട്ടുള്ള കോപ്പർ വയറില്ലേ, നമ്മൾ സാധാരണ പൈപ്പിൽ കൂടെയൊക്കെ പോകുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വയർ കണ്ടിട്ടുണ്ടോ? ആ വയറിന്റെ ചുറ്റിനായിട്ട് ഒരു ഇൻസുലേഷൻ ഉണ്ടായിരിക്കും, പച്ച കളർ നീല കളറിലേക്ക് ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. ആ ഇൻസുലേഷനോട് കൂടി തന്നെ വേണം നിങ്ങൾ ചുറ്റാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഷോക്ക് അടിക്കും. ഓക്കെ, എന്നിട്ട് ആ ഇൻസുലേഷന്റെ ഏറ്റവും എൻഡിലുള്ള ഇൻസുലേഷൻ മാത്രം പറിച്ചു കളയാം. അതായത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഇൻസുലേഷൻ മാത്രം പറിച്ചു കളയാം, ബാക്കി ഭാഗത്തൊക്കെ ഇൻസുലേഷൻ വേണം. ഓക്കെ ആണോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ചിലപ്പോൾ ഷോക്ക് അടിച്ചു നിന്നിരിക്കും. നമ്മൾ വെറുതെ എന്തിനാണ് അങ്ങനെയുള്ള റിസ്ക് ഒക്കെ എടുക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫുള്ളി നമ്മൾ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. നമ്മളൊരു അയൺ നെയിൽ എടുക്കുന്നു, അതിലേക്ക് ഒരു വയർ വോണ്ട് ചെയ്യുന്നു, വോണ്ട് ചെയ്തിട്ട് നമ്മൾ അതിന് എൻഡിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. ബാറ്ററിയിൽ നിന്ന് കറണ്ട് വരുമ്പോൾ നമ്മുടെ അയൺ നെയിൽ എന്തായി മാറും? ഒച്ചയിൽ പറ എല്ലാവരും. അയൺ നെയിൽ എന്തായി മാറും? മാഗ്നറ്റ് ആയിട്ട് മാറും. ആ മാഗ്നറ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇനി ഞാൻ ആ കൊടുത്ത കറണ്ട് ഞാൻ റിമൂവ് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്തു. ഓക്കെ, ബാറ്ററി എന്നുള്ള കറണ്ടിനെ ഞാൻ റിമൂവ് ചെയ്തു. അപ്പൊ തിരിച്ച് നമ്മുടെ അയൺ നെയിൽ എന്തായി മാറി? അടുത്ത വിളിച്ചു സർ, അമേയ. ഓക്കെ, യെസ്. എടാ ഞാനിപ്പോ കൊടുത്ത കറണ്ട് ഇല്ലേ, ബാറ്ററിന്ന് കൊടുത്ത കറണ്ട്, ഞാനത് റിമൂവ് ചെയ്തു. ഇപ്പോഴും നമ്മുടെ അയൺ നെയിൽ മാഗ്നറ്റ് ആണോ? അല്ല. യെസ്, നമ്മുടെ സാധാരണ നമ്മൾ എന്താ യെസ്, വെരി ഗുഡ്. അതന്നെ, കറണ്ടിന്റെ പ്രസൻസിൽ മാത്രമാണ് നമ്മുടെ അയൺ നെയിൽ മാഗ്നറ്റ് ആവുള്ളൂ. കറണ്ടിന്റെ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്താൽ അപ്പൊ തന്നെ നേരെ തിരിച്ച് പവറൊക്കെ പോയ പാവത്താനെ പോലെ ഇരിക്കും. ഓക്കെ, കറണ്ട് കിട്ടിയാൽ അപ്പൊ തന്നെ പവർഫുൾ ആവും, പോയി കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ ആവും. ഓക്കെ, യെസ്. അപ്പൊ വേഗം ഡെഫിനിഷൻ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഡെഫിനിഷൻ വേഗം ഒന്ന് എഴുതിയെടുക്കുക. ആ തീം ചിലപ്പോൾ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ആ തീം, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ മൈൻഡിലേക്ക് നന്നായിട്ടൊന്ന് ആവാഹിച്ച് കയറ്റാം. ഓക്കെ, യെസ്. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് വിത്ത് ആക്ഷൻ ചെയ്യാട്ടോ. നമ്മൾ ഒരു അയൺ നെയിൽ എടുത്തു, കയ്യിലെടുത്തോ, അയൺ നെയിൽ എടുത്തു. ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നു? ഒരു വയർ വെച്ചിട്ട് അയൺ നെയിൽ നന്നായിട്ട് ബൗണ്ട് ചെയ്തു. യെസ്, ചുറ്റി നല്ല കുറേ ചുറ്റികൾ എടുത്തു. എന്നിട്ട് ആ ചുറ്റിയ ആ രണ്ട് എൻഡും കൊണ്ടുവന്നു. ഈ രണ്ട് എൻഡിലേക്ക് ആരെ കണക്ട് ചെയ്തു? ഒച്ചയിൽ പറഞ്ഞേ, രണ്ട് എൻഡിലേക്ക് ആരെ കണക്ട് ചെയ്തു? ബാറ്ററി. യെസ്, ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ കറണ്ട് വന്ന് നമ്മുടെ അയൺ നെയിലേക്ക് എത്തുമ്പോൾ അയൺ നെയിൽ എന്തായി മാറി? മാഗ്നറ്റ് ആയിട്ട് മാറി അല്ലേ? എന്ത് മാഗ്നറ്റ്? ഇലക്ട്രോ മാഗ്നറ്റ്. നേത്ര കാണിക്കുന്നു നോക്കി, ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, അടിപൊളി. ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഡെഫിനിഷൻ ഫിനിഷ് ചെയ്തെങ്കിൽ ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി എഴുതാം കേട്ടോ. എവിടെ? The magnetism of the electromagnet disappears when the current is switched off. കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിസം ഡിസപ്പിയർ ആയി പോകും കേട്ടോ. യെസ്, അതുകൂടി ഒന്ന് എഴുതി വയ്ക്കാം.
ഇനി ഒരു സിമ്പിൾ ഇലക്ട്രോമാഗ്നറ്റിന്റെ ഫിഗർ കൂടി ഒന്ന് വരച്ചു വെക്കാം. സിമ്പിൾ ഇലക്ട്രോമാഗ്നറ്റിന്റെ ഒരു ഫിഗർ ഒന്നുമില്ല, നമ്മളൊരു അയണ്ണയിൽ അതിലേക്ക് നമ്മൾ കോപ്പർ വയർ ഒന്ന് മൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ആൾക്കാരുടെ പേര് കൂടി ഒന്ന് എഴുതി വെച്ചോ. കോപ്പർ വയർ, അയണ്ണയിൽ, വയർ, ബാറ്ററി. വരച്ചോ? എല്ലാവരും വരച്ചോ? യെസ്, വരച്ചു കഴിഞ്ഞില്ലേ? ഇത് വരക്കാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ, സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായിട്ട് വരച്ചാൽ മതി. ഇനി സ്കെയിലും പെൻസിലും എല്ലാ വെപ്പൺസ് ഒക്കെ എടുത്തിട്ട് വരക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം പോകും കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഞാനേ കുറേ നേരമായി ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് നമുക്കൊരു ചെറിയൊരു ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്താലോ, ഒരു അവസരം കൊടുത്താലോ. ഓക്കെ, ഞാൻ ഒരു പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. ഓക്കെ, നമ്മളിപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്ന് വെച്ചാൽ പഠിപ്പിച്ച കാര്യത്തിൽ നിന്നല്ല, പക്ഷെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഒരു ചെറിയൊരു പോൾ ക്വസ്റ്റ്യൻ തരും. അതിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കറക്റ്റായിട്ട് പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ടാസ്ക് തരും. ഓക്കെ, നമുക്ക് ടാസ്ക് വേണ്ടേ? ക്ലാസ്സിൽ ടാസ്ക് ഒക്കെ വേണ്ടേ? യെസ്, വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കറക്റ്റായിട്ട് പോൾ ചെയ്യണം കേട്ടോ. യെസ്, വന്നോട്ടെ സാർ. ഓക്കെ, ഇലക്ട്രിസിറ്റി സപ്ലൈ ഇൻ അവർ ഹോം. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ എത്ര വോൾട്ടേജ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് ആലോചിച്ചിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. യെസ്, പോയില്ലേ സാർ? ലോഞ്ച് ആയില്ലേ? ഓക്കെ. കൺഫ്യൂഷൻ. യെസ്, വേഗം പോൾ ചെയ്യുക. കറക്റ്റായിട്ട് പോൾ ചെയ്യണം കേട്ടോ, തെറ്റിക്കല്ലേ. തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് തരില്ല കേട്ടോ ഞാൻ. ഗായ്സ്, കഴിഞ്ഞോ? ഇല്ല. ഓക്കെ, കൂടി കുറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഇല്ല, പോയി. നോ വേ. യെസ് ഗായ്സ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പോള് പോയിട്ടുള്ളത് അതന്നെ. ഏറ്റവും കൂടുതൽ പോള് പോയിട്ടുള്ളത് ഓപ്ഷൻ ബി, 230 കിലോ വോൾട്ട് ആണ് കേട്ടോ പോയിട്ടുള്ളത്. ഗായ്സ്, വാട്ട് ഈസ് ദിസ്? കിലോ വോൾട്ടാ? 230 കിലോ വോൾട്ട് സപ്ലൈ ആ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഗായ്സ്, ഇറ്റ് വാസ് 230 വോൾട്ട്. അത്രേ ഉള്ളൂ. 230 കിലോ വോൾട്ട് വോട്ട് ചെയ്ത എല്ലാവരും ഞാൻ എന്ത് ചെയ്യുന്നറിയോ? സാറില്ല, ചെറിയൊരു കൺഫ്യൂഷൻ കാരണം സംഭവിച്ചായിരിക്കുള്ളൂ. പക്ഷെ കൂടുതലും പേരും 230 കിലോ വോൾട്ടിലും 230 വോൾട്ടിലും തന്നെയായിരുന്നു കൺഫ്യൂഷൻ. ആരും 11 വോൾട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അവരിങ്ങനെ വിചാരിച്ചു അത്രയും കുറവായിരിക്കില്ല, എന്നാ പിന്നെ അത്രയും 230 കിലോ വോൾട്ട് വരെ ചിന്തിച്ചല്ല അവർ. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് 230 വോൾട്ട് ആണ് കേട്ടോ. 230 വോൾട്ട് ആണ് നമ്മുടെ എല്ലാവരും വീട്ടിലേക്ക് നമുക്ക് പവർ സപ്ലൈ വരുന്നത്. ഓക്കെ, അത്രയും നമുക്ക് അവർ പെർമിറ്റ് ചെയ്യുള്ളൂ. കാരണം അതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സർക്യൂട്ടിനൊക്കെ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ് ഒക്കെ സംഭവിച്ച് ചിലപ്പോൾ ബ്ലാസ്റ്റ് ഒക്കെ സംഭവിക്കും. അതുകൊണ്ട് 230 വോൾട്ട് ആണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ പെർമിറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. ഇഷ്ടമായോ? ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാട്ടാ, എന്നിട്ട് ഇതുപോലെ തെറ്റിക്കണം കേട്ടാ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഹൗ ടു മേക്ക് ആൻ ഇലക്ട്രോ മാഗ്നറ്റിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റാപ്പ് ഇൻസുലേറ്റഡ് വയർ അറൗണ്ട് ആൻ അയൺ നെയിൽ ടു ഫോം എ കോയിൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇൻസുലേറ്റഡ് വയർ എടുത്തു. ഒരു കോപ്പർ വയർ ആണെന്ന് വിചാരിക്കാം. ഇൻസുലേറ്റഡ് വയർ ആണ് എടുത്തിട്ടുള്ളത്. അതിനെ നമ്മളൊരു അയൺ നെയിൽ, ഒരു ഇരുമ്പാണിയിൽ നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുത്തിരിക്കുകയാണ്. ആ ചുറ്റിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിൽ. ഇപ്പോൾ ഒരു കോയിലായി മാറി. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫോം. ഒരു അയൺ നെയിലിനെ ഇത് ഇൻസുലേറ്റഡ് അല്ല കേട്ടോ. ഈ കാണുന്ന വയർ ഇൻസുലേറ്റഡ് അല്ല, പക്ഷെ ശരിക്കും നമ്മൾ ഇൻസുലേറ്റഡ് വയർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പിന് ഇങ്ങനെ നമ്മൾ റാപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഈ സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിൽ. കോയിൽ ഉണ്ടാക്കിയോ? കോയിൽ വരെ ഉണ്ടാക്കിയെങ്കിൽ തംസ് കാണിച്ചേ. കോയിൽ വരെ ഉണ്ടാക്കി മിസ്സേ, റെഡിയാണ്. ഓക്കെ, തംസ്. അടിപൊളി. ഓക്കെ, മുഹമ്മദ് റെയ്ഹാൻ അല്ലേ? റെയ്ഹാൻ എന്ന് വിളിച്ചേ. എടാ, എനിക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു അസിസ്റ്റന്റ് വേണം. ഓക്കെ, വിൽ യു ബി മൈ അസിസ്റ്റന്റ് ഫോർ സം ടൈം? യെസ്.
സൂപ്പർ. ഓക്കെ, അതാണ് ആ സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒന്ന് വായിച്ചേടാ. Connected both the ends of the wire to a cell. ഇപ്പൊ നമുക്ക് 2 എൻഡ്സ് ഉണ്ടല്ലേ, നമ്മുടെ വയറിന് 2 എൻഡ് ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടോ? ആ 2 എൻഡിനെ നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്യണം? സെല്ലായിട്ട് കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാനൊരു സെല്ലായിട്ട് കണക്ട് ചെയ്തു. ദെൻ അടുത്ത വായിച്ചോടാം. Then current flows the iron nail can attract the iron objects. ഇനി അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന അയൺ നെയിലിന് വേറെ അയൺ ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയൊക്കെ സിമ്പിൾ ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്ത് കിട്ടി? പവർ കിട്ടി, നമ്മുടെ മാഗ്നറ്റിക് പവർ കിട്ടി അല്ലേ? യെസ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് കൂടി നോക്കാം. പറഞ്ഞോടാ. Disconnecting the current causes the nail to stop acting as a magnet. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ മീനിങ് എന്താ? ഡിസ്കണക്ട് ചെയ്യണ കറണ്ട് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നെയിൽ സ്റ്റോപ്പിംഗ് ആക്ടിങ് എ മാഗ്നറ്റ്. നെയിൽസ് പിന്നെ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പരിപാടി നിർത്തുമല്ലേ? ഓക്കെ, ആള് കുറച്ച് നേരത്തേക്ക് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തെന്നുള്ളൂ, ഒരു അഭിനയം കാഴ്ച വെച്ചതാണ്. ഓക്കെ, ആള് ശരിക്കും മാഗ്നറ്റ് അല്ല, ചെറിയൊരു റോള് കിട്ടിയപ്പോൾ ആളൊന്ന് ചെയ്തതാണ്. പക്ഷെ കറണ്ട് കൊടുക്കുന്ന നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആള് വീണ്ടും തിരിച്ച് പഴയ പോലെ നമ്മുടെ ഒരു പാവം അയൺ നെയിലായിട്ട് മാറും. ഓക്കെ, യെസ്. അപ്പൊ 4 സ്റ്റെപ്സ് വേഗം എഴുതാം. സ്റ്റീവൻ, നീ എഴുതുന്നില്ലേടാ? എഴുതി കഴിഞ്ഞോ? നീ രണ്ടുപേരും ചോദിക്കുന്നത് ഞാനാണെന്ന്. ഇതിൽ ആരാ ഞാൻ പറയും? സ്റ്റീവ് ജോസ് അല്ല, അവൻ ലവൻ, മറ്റവൻ. കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും വേഗം നമ്മുടെ 4 സ്റ്റെപ്സ് എഴുതാം. ഇനി നമുക്ക് നമ്മുടെ ഇത് ഉണ്ടാക്കുന്ന, ഇത് മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, യെസ്. ഒരാൾ വിളിച്ചു സാർ. അമ്മയ. ഓക്കെ, അമ്മയ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് പറഞ്ഞുതരോ? ഇത് വായിച്ച് പറയണ്ട, നിനക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിനെ നമ്മൾ മേക്ക് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ഒരു ഇൻസുലേറ്റർ വയർ എടുത്തു, എന്നിട്ട് അതൊരു അയൺ നെയിലില് റാപ്പ് ചെയ്തു. അതിന്റെ പേര് കോയിലാണ്. അതിനുശേഷം നമ്മൾ സർക്യൂട്ടില് വെച്ചു മാഗ്നറ്റ് കറണ്ട് ഇതാക്കി, മാഗ്നറ്റിക് കറണ്ട് ആക്കിയപ്പോ അതൊരു മാഗ്നറ്റ് ആയി. പിന്നെ നമ്മൾ ആ മാഗ്നറ്റിക് കറണ്ട് ഡിസ്കണക്ട് ചെയ്തപ്പോ ഇപ്പൊ മാഗ്നറ്റിക് അല്ല. ഓക്കെ, നോർമലായി. ഓക്കെ, യെസ്. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെടുത്തു? കോപ്പർ വയർ എടുത്തു, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ എടുത്തു. അതിന് നമ്മളൊരു അയൺ നെയിലിലേക്ക് റാപ്പ് ചെയ്തിട്ട് 2 എൻഡ്സിലേയും നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തു. കറണ്ട് വരുമ്പോൾ അത് മാഗ്നറ്റ് ആയി, കറണ്ട് പോയാൽ നോ മാഗ്നറ്റ്. ഓക്കെ, യെസ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണാം. യെസ്, അയൺ നെയിൽ എടുത്തു, കണ്ടോ? നന്നായിട്ട് കോപ്പർ വയർ വെച്ച്. ഇവർ ഇൻസുലേറ്റഡ് അല്ലട്ട് എടുത്തിരിക്കുന്നത്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് വേണം? ഇൻസുലേറ്റഡ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, കണ്ട ഇപ്പൊ നന്നായിട്ട് വേറെ നെയിൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന കണ്ട. ഇതെന്താ അനങ്ങാത്തെ? സാറ് എന്തോ ചെയ്യുന്ന അവിടെ? വെറുതെ അല്ല, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, കോപ്പർ വയർ നെയില് നന്നായി റാപ്പ് ചെയ്തു. എന്നിട്ട് 2 എൻഡ്സിലേക്കും നമ്മൾ എന്ത് കൊടുത്തു? യെസ്, ബാറ്ററി കൊടുത്തു. കണ്ടോ? ഇപ്പൊ നന്നായിട്ട് അട്രാക്ട് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി കോൾ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇത്രേ ഉള്ളൂ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. കറണ്ട് കൊടുത്തോ അപ്പൊ തന്നെ ആൾ എന്തായി മാറി? മാഗ്നറ്റ് ആയി മാറി. കറണ്ട് ഇല്ലെങ്കിൽ മാഗ്നറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഇല്ല കേട്ടോ. യെസ്. ഓക്കെ, അപ്പോ ഇലക്ട്രോ മാഗ്നറ്റും മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടും നല്ല അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ എല്ലാവരും ഇങ്ങനെ കാണിച്ചേ. യെസ് മിസ്, വി ഗോട്ട് ഇറ്റ് എന്ന് പറ. We got it. Yes. എടാ റെഹാനെ, എനി ഡൗട്ട്സ്? പിന്നെന്തോടാ നീ ഇങ്ങനെ ചെയ്യാത്തത്? ഓക്കെ, സൂപ്പർ. അവന് സിംഗിൾ ആയിട്ട് ചെയ്യണമായിരുന്നു, ഒറ്റയ്ക്ക് ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി ദ സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ഇൻക്രീസസ് വിത്ത്. നമുക്ക് ആ മാഗ്നറ്റിക് പവർ ഇൻക്രീസ് ചെയ്യണം. എനിക്ക് എന്താ പറയാ, ഞാൻ ഉണ്ടാക്കിയ ഇലക്ട്രോ മാഗ്നറ്റിനെ ഒരു നെയിലിനെ മാത്രം അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരൊറ്റ ആണിനെ മാത്രം അത് അട്രാക്ട് ചെയ്തോളൂ. പക്ഷേ നമ്മുടെ എവിടെ ഓക്കെ, സ്റ്റീവ് ഉണ്ടാക്കിയ ഇലക്ട്രോ മാഗ്നറ്റിന് ഒരു 10 നെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റി. അവൻ എന്താ ചെയ്തേന്നാവോ?
ഞാൻ കഷ്ടപ്പെട്ടവരുണ്ടാക്കിയപ്പോൾ അത് ഒരാണിനെ മാത്രം അട്രാക്ട് ചെയ്തോളൂ. പക്ഷെ സ്റ്റീവ് ഉണ്ടാക്കിയപ്പോൾ അത് 10 ആണിനെ അട്രാക്ട് ചെയ്തു. നീ എന്താ ചെയ്തത്? എന്തൊക്കെ ചെയ്തു അതിനകത്ത്? അവനെ വിളിച്ചേ, സ്റ്റീവിനെ വിളിച്ചേ. ആ എടാ, നീ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും ആണി അട്രാക്ട് ചെയ്തത്? ഞാൻ കുറച്ചും കൂടി കൂടുതൽ റാപ്പ് ചെയ്തല്ലേ നമ്മുടെ? ആ വോൾട്ടേജും കൂട്ടി. യെസ്, കണ്ട അതിന്റെ മെയിൻ 2 പോയിന്റ്സ് അവൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അവൻ എന്ത് ചെയ്തെന്ന് അറിയോ? നല്ല എന്താണ് പറയുന്നേട്ട വിട്ടേത്. ഓക്കെ, അവൻ എന്താണ് ചെയ്തത്? കുറേ ചുറ്റിങ്ങനെ ചുറ്റി കൊടുത്തല്ലേ, നന്നായിട്ട് കുറേ ചുറ്റി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മാഗ്നറ്റിക് പവർ കിട്ടി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? വോൾട്ടേജും കൂട്ടിക്കൊടുത്തു, അതായത് കറണ്ടും കൂട്ടിക്കൊടുത്തു. ഇപ്പൊ 9 വോൾട്ടിന്റെ ബാറ്ററി ആണെങ്കിൽ നമ്മളൊരു 12 വോൾട്ടിന്റെ ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാഗ്നറ്റിക് പവർ കിട്ടും. എടാ വിനായകൻ, നീ എന്താ അടച്ചിരിക്കുന്നേ? നീ ഉണ്ടാക്കുമ്പോ എങ്ങനെയൊക്കെ ചെയ്യും? എന്തൊക്കെ ചെയ്യും? വിളിച്ചോ, വിനായകൻ വിളിച്ചോ. ഇലക്ട്രോ മാഗ്നറ്റ് നീയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും നല്ല പവർ കിട്ടാനായിട്ട്? വോൾട്ടേജ് നന്നായിട്ട് കൂട്ടും, എന്നിട്ടൊക്കെ പൊട്ടിത്തെറിക്കട്ടെ അല്ലേ? വോൾട്ടേജ് നമ്മളൊരു ലെവലിന്റെ അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? യെസ്, ഗ്രേറ്റർ കറണ്ട് കുറച്ചുകൂടെയും കൂടുതലായിട്ട് കൊടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ 9 വോൾട്ടിന്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 12 വോൾട്ടിന്റെ ബാറ്ററി ഒക്കെ ഇപ്പോൾ വിനായക് പറഞ്ഞ പോലെ വോൾട്ടേജ് കൂട്ടിക്കൊടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ മാഗ്നറ്റിക് പവർ കുറച്ചുകൂടെയും കൂടും. അപ്പോൾ കുറച്ചുകൂടെയും ആൾക്കാരെയൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ആണി അട്രാക്ട് ചെയ്ത് കൊടുത്ത് ഒരു 10 ആണിനെയൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്തത്, മോർ ടേൺസ് ഓഫ് വയർ ഇൻ ദ കോയിലിലേക്ക് നമ്മൾ കുറച്ചുകൂടെയും ടേൺസ്, നമ്മളിപ്പോൾ ഒരു 10 എണ്ണമാണ് ആദ്യം ചുറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ രണ്ടാമത്, അപ്പം എനിക്ക് ഒരാണി അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു? ഒരു 100 ചുറ്റങ്ങ് ചുറ്റി കൊടുത്തു. എത്ര എണ്ണം? 100 എണ്ണങ്ങ് ചുറ്റി കൊടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല സാർ, ഒരു മയുമില്ല, 100 എണ്ണങ്ങ് ചുറ്റി കൊടുത്തു. അപ്പം നന്നായിട്ട് അട്രാക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ മോർ ടേൺസ് ഓഫ് വയർ ചെയ്യാം. അടുത്തത് തേർഡ് വൺ ആണ് ഇൻസേർട്ടിങ് ആൻ അയൺ കോർ ഇൻസൈഡ് ദ കോയിൽ. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയൺ കോർ ഇല്ലാതെയും നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ശരിക്കും നമ്മളുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പറഞ്ഞ വയറിലൂടെയാണ്. വയറിന്റെ അടുത്ത് നമ്മുടെ അയണ്ണയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അയണ്ണയിൽ മാഗ്നറ്റ് ആയത്. ഓക്കെ, ശരിക്കും അയണ്ണയിൽ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാം. കുറച്ചും കൂടെ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഉള്ളിൽ അയണ്ണയിൽ വെക്കുന്നത്. ഓക്കെ, ഒരാളെ വിളിച്ചേ സാർ. പ്രഗ്യ. ഓക്കെ, പ്രഗ്യ, നമുക്ക് ഞാൻ എന്താ ചോദിക്കാൻ വന്നേ? പ്രഗ്യ മറന്നുപോയി. ഓക്കെ, നമുക്ക് ഈ അയൺ നെയിൽ ഇല്ലെങ്കിലും നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? അയൺ നെയിലിന്റെ മേലെ ചുറ്റണം നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ചുറ്റിയെടുത്താലും മതി. ഓക്കെ, നമ്മുടെ ശരിക്കും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? വയറിലൂടെ അല്ലേ? നമ്മുടെ വയറിലൂടെയാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. ഈ വയറുമായിട്ട് ടച്ചിലാണ് നമ്മുടെ അയൺ നെയിൽ ഇരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ അയൺ നെയിലിനും എന്ത് കിട്ടുന്നത്? മാഗ്നറ്റിക് പവർ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മൾ അയണ്ണയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തുകൂടി കിട്ടും? കുറച്ചും കൂടെ ആ ഒരു പവർ കിട്ടും, മാഗ്നറ്റിക് പവർ കുറച്ചും കൂടി കിട്ടും. കോയിൽ മാത്രം ഉണ്ടെങ്കിൽ അത്രയും പവർ ഉണ്ടാവില്ല, നമ്മുടെ അയണ്ണയിലും കൂടി ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ പവർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പവർ കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം? കറണ്ട് കൂട്ടാം. ഒരുമിച്ച് പറ, 3 വിരൽ കയ്യിലെടുക്കാം, എന്നിട്ട് കറണ്ട് കൂട്ടാം, ഫസ്റ്റ് വൺ. ദെൻ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, നമുക്ക് ആ ബൗണ്ടിൽ നമ്മൾ ചുറ്റിയെടുക്കുന്ന നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. തേർഡ് വൺ എന്ത് ചെയ്യാം? നമുക്ക് അയൺ കോർ ഇൻസേർട്ട് ചെയ്യാം, സെന്ററിലായിട്ട് അയൺ കോർ ഇൻസേർട്ട് ചെയ്യാം. അയൺ കോർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഓൾറെഡി ചെയ്തത്. ഓക്കെ, യെസ്, അതാരായിരുന്നു സാർ? ഓക്കെ, കാർത്തികേ, നീ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഇവിടെ എന്താടാ നീ ചെയ്യുന്നത്? ഈശ്വരൻ, എനിക്ക് നിന്നെ കണ്ടിട്ട് സേഫ് ആയിട്ട് തോന്നുന്നില്ല. നീ അതൊക്കെ മാറ്റി വെച്ചേ. അവൻ അവിടെ എന്തൊക്കെയോ എടുത്തു വെച്ച് ചെയ്യാണ്, ബാറ്ററിയും കണക്ടറും ഒക്കെ എടുത്തു വെച്ച് എന്തൊക്കെയോ ചെയ്യാണ്. സേഫ് അല്ല, മാറ്റി വെച്ചോ. ഓക്കെ, ഇനി എന്റെ തലയിൽ വരാനാ. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ മാഗ്നറ്റിക് പവർ, ഇലക്ട്രോ മാഗ്നറ്റിന്റെ പവർ കൂട്ടാൻ പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങളും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ട, ഇമ്പോർട്ടൻറ്റ് ചാടി വന്നാണ്ട, ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സൈഡിൽ എന്തെങ്കിലും വരച്ചു വെക്കാം, വല്ല ബൾബോ അല്ലെങ്കിൽ എന്താ ബാറ്ററിയോ എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കാം കേട്ടോ. ഞാനൊരു ബൾബ് വരയ്ക്കാം. ആരും എൻ്റെ കോപ്പി അടിക്കരുത് കേട്ടോ, സ്വന്തമായിട്ട് വരക്കൂ ഗൈസ്. ഓക്കെ, ഞാനൊരു ബൾബാണ് വരക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ശരിയായില്ലോ.
എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓക്കെ അല്ലേ? ഓൾമോസ്റ്റാ. അപ്പം ഞാൻ ഇത് മാറ്റണോ? ഓക്കെ. അവിടെ എന്തൊക്കെയോ വരച്ചിട്ടുണ്ടല്ലോ. നന്ദാബാല എന്താ വരച്ചിരിക്കുന്നത്? കാര്യമായിട്ട് വരച്ചിട്ടുണ്ട്. എന്തത്? ബൾബ് തന്നെയല്ലേ ഇത്? ബൾബിന്റെ സിമ്പലാ? ഓക്കെ, അടിപൊളി, സൂപ്പർ. ബൾബാണ് അവിടെ മെയിൻ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. അടുത്ത ആൾക്കാർ എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ? കുറേ പേര് എന്തൊക്കെയോ വരച്ച് കാണിക്കുന്നുണ്ട്. വിമാനോ? റോക്കറ്റ് പോലെ പഠിക്കണോട്ടാ. ഓക്കെ, യെസ്. അടുത്ത ആള് എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ? അടുത്ത ആരെങ്കിലും? ഇവിടെ വേറെ ബൾബ് ഉണ്ട്, ഇതിന്റെ വേറെ ബൾബ്. എടാ, അവൻ ബൾബിന്റെ അകത്ത് ബൾബിന്റെ സിമ്പിളും വരച്ചാക്കണ്. അടിപൊളി. അത് കൊള്ളാട്ടാ. അനന്യയുടെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ബട്ടർഫ്ലൈ ആണോ? അത് ഡ്രാഗൺ ഫ്ലൈ ആണോ? ബട്ടർഫ്ലൈ ആണെന്ന് തോന്നണം. ഓക്കെ, യെസ്. അടുത്തത് തനുത്ര ടോർച്ച്. ഓ വാവ്, സൂപ്പർ. ടോർച്ചാണ്. വെറൈറ്റി തന്നെ. അടുത്തത് എല്ലാവരും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ബൾബ്, സൂപ്പർ. പ്രാർത്ഥന വീണ്ടും ബൾബാണ്. ബൾബിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലേ? ഓക്കെ, സ്റ്റാർ. ഒരു കുഞ്ഞു സ്റ്റാർ. അത് ആര് കാണാനാണ്? അത് ഇച്ചിരി വലിയ സ്റ്റാർ വരക്ക്. മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, എന്തായാലും എല്ലാവരും പഠിച്ച് നല്ല ഗംഭീരമായിട്ട് പഠിച്ച് നല്ല രീതിക്ക് റെസ്പോണ്ടൊക്കെ ചെയ്ത് നല്ല ആക്റ്റീവ് ആണ്ടോ നിങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു കൈയടി അടിച്ച്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കുഞ്ഞു ടാസ്ക് തരാണ്. കുഞ്ഞു ടാസ്ക് കേട്ടോ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് പോലെ ഒരു കുഞ്ഞു ടാസ്ക്. നിങ്ങൾ അത്ര എന്താ പറയുക, മൈൻഡ് ഇതാക്കേണ്ട, കൊളാപ്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ടാസ്ക് ആണ്. സെലിബ്രിറ്റി ക്യൂസ്. ഓക്കെ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ലിസ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരാളെ വിളിച്ചോ സാർ? ഒരാളെ വിളിച്ചോ. ആരാണ്? ഋഷിക. ഓക്കെ, ഋഷിക്കുട്ട. യെസ്, ഋഷികക്ക് വരുന്നത് ഫസ്റ്റ് സെലിബ്രിറ്റി. യെസ്, സിമ്പിൾ ആണ് കേട്ടോ. ആളറിയോ? കണ്ടുപരിചയമുണ്ടോ? ആരാണ് പറഞ്ഞ? ഒന്നുകൂടെ പറഞ്ഞ ആരാണ്? റോക്കാണ്. യെസ്, കറക്റ്റ് ആണ്. റോക്ക് ആളുടെ ചെല്ലപ്പേരാണോ സാർ? എനിക്കറിയില്ല. റോക്ക് എന്നാണ്. യെസ് തന്നെ. ഡോനി ജോൺസ്. എന്താണ് പുള്ളിയുടെ പേര്? ഡ്വൈൻ ജോൺസൺ അല്ലേ? യെസ്, ഇതാണ് പുള്ളിയുടെ റിയൽ നെയിം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, നമ്മളത്ര വലിയ കമ്പനി ഒന്നും അല്ല. ഓക്കെ, യെസ്, റോക്ക് എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. ഇനി അടുത്ത ആളുടെ ഫേസ് ഞാൻ കുറച്ച് കാണിച്ചു തരും. അതാരാണെന്ന് നിങ്ങൾ പറയണം. വിളിച്ചോ. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഏറ്റവും ആദ്യം സിമ്പിൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാ. വിളിച്ചോ. നന്ദബാല, പറഞ്ഞോടാ. ഇതാരാ? ഹാരി പോട്ടറാ. ഇതാ, ഈ കണ്ണട നോക്കിയിട്ടെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൂടായിരുന്ന നന്ദബാല. ഹാരി പോട്ടർന്ന്. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഹാരി പോട്ടർ ആണ്. ഇനി അടുത്ത് കുറച്ച് ടഫാണ്, കാണിക്കാം. നിങ്ങൾ അറിയോന്ന് നോക്കാം. യെസ്. ഇത് ഭയങ്കര റിസ്ക് ആയിരിക്കുള്ളൂ, ഇത് ഭയങ്കര ടഫ് ആയിരിക്കുള്ളൂ. അറിയാവുന്നവരൊന്നും ഡാറ്റ കാണിക്കാട്ടാ. ഇത് ഭയങ്കര ടഫ് ആയിരിക്കുള്ളൂ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആട്ടാ. കുറച്ച് യൂണിവേഴ്സൽ ഫേമസ് ആണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. വിളിച്ചോ. കുറെ പേര് ഡാറ്റ കാണിക്കുന്നുണ്ട്. വിളിച്ചോ, ആരോടെങ്കിലും വിളിച്ചോ. പ്രാർത്ഥന വിളിക്കുന്ന. യെസ്, നേഹ മിസ് അല്ലേ? പിന്നെ അവന്റെ മുഖം സ്റ്റീവിന്റെ മുഖം. സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് മിസ് എന്താണ് ഇവരെയൊക്കെ കൊണ്ടുപോകാൻ? നീ ക്ഷമിക്കടാ, നീ ക്ഷമിക്ക്, വേറെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോ അടുത്ത സെറ്റ്. ഓ മൈ ഗോഡ്, ഞാൻ പോട്ടെ ഗായ്സ്. ഇത് നിങ്ങൾ അറിഞ്ഞൂടെങ്കിൽ, ഇത് നിങ്ങൾ അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പണിപ്പോ ആളും. ഗായ്സ്, ആളിവിടെ പുറത്ത് വെയിറ്റിംഗ് ആണ്. ഈ സെലിബ്രിറ്റി ഇവിടെ പുറത്ത് വെയിറ്റിംഗ് ആണ്. ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ കയറി വരും. ഓക്കെ, വിളിച്ചോ. ആരാണെങ്കിൽ വിളിച്ചോ. അദ്വൈതേ, പറയടാ. ഇത് ആരാണിത്? ആരാണ്? ഇതാ, ഈ ഉണ്ടക്കണ്ണ് കണ്ടിട്ടാണോ നീ പറയണത്? ഗായ്സ്, ഈ പിക്ചർ ഞാൻ കാണിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ആരും പറയരുതട്ടാ. എത്രയൊക്കെ ചോദിച്ചാലും നിങ്ങൾ പറയരുതട്ടാ. കോൺഫിഡൻസിലാ. ഓക്കെ, ഇത് ഹിബാമിസ് ആണ്. ഹിബാമിസ് ശരിക്കും ഒച്ചെടുത്ത് സംസാരിച്ചാൽ ഇതാണ് എക്സ്പ്രഷൻ. മിസ് അതുകൊണ്ടാണ് ഒച്ചെടുക്കാത്തത്. കണ്ട, ഇതുപോലത്തെ മുഖമായിരിക്കുള്ളൂ പിന്നെ. ഓക്കെ, യെസ്. അപ്പൊ ഇത് ലാസ്റ്റത്തെ അല്ലേ? ലാസ്റ്റത്തെ ആളാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണേ. വീണ്ടും തിരിച്ച് നമ്മൾ ഒറിജിനൽ സെലിബ്രിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. ഇത്ര നേരം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഓക്കെ, അടുത്ത വിളിച്ചോ. ആരാണ്? തനുത്ര. വീണ്ടും തനുത്ര.
പറഞ്ഞോ, ഇതാരാണിത്? മമ്മൂട്ടിയാണ്. ഇടിക്കും ഞാൻ നിന്ന. മമ്മൂട്ടിയാ, ഇത് കണ്ടിട്ട് മമ്മൂട്ടിയാ. ശ്രേയ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇതാരാണെന്ന്. ആര്? ദുൽഖർ സൽമാനാ? ആരാണ്? ഒരു ഗസ് പറ. സൂപ്പർ, യെസ്. ടോവിനോ തോമസിനെ കണ്ടിട്ട് മമ്മൂട്ടി എന്ന് പറയും. ഇനി മോഹൻലാലിനെ കണ്ടിട്ട് സുരേഷ് ഗോപി എന്ന് പറയും. ഓക്കെ, ടോവിനോ തോമസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ കുറച്ച് സെലിബ്രിറ്റീസ്. അതിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വേറെ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എൻജോയ് ചെയ്താ? യെസ്. അപ്പൊ നമുക്കിനി ബാക്കി നമ്മുടെ പഠനത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഹെഡിങ് എഴുതാം. സ്ട്രെങ്ത് ആൻഡ് പൊളാരിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. കേട്ടോ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ പൊളാരിറ്റി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. വേഗം ഹെഡിങ് എഴുതാം, എന്നിട്ട് നമുക്ക് പറയാം. ആ സമയം കൊണ്ട് ഞാനൊന്ന് ശ്വാസം വിട്ടട്ടെ. ഒറ്റ മിനിറ്റ്. യെസ്, ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്തും പൊളാരിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരാളുണ്ട്. ആരാന്നറിയോ? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളാണ് നമ്മുടെ കോമ്പസ്. യെസ്, നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോൾസ് ഏതാണ്, നോർത്ത് എവിടെയാണ്, സൗത്ത് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അതിന് സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കോമ്പസ് അടുത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, കോമ്പസ് ഡിഫ്ലക്ട് ചെയ്താൽ സ്ട്രെങ്ത് ഉണ്ട്, ഇല്ലെങ്കിൽ സ്ട്രെങ്ത് ഇല്ല. ഓക്കെ ആണല്ലോ? യെസ്. ഇനി പോൾ എങ്ങനെ കണ്ടുപിടിക്കും, സൗത്ത് പോളും നോർത്ത് പോളും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പൊ മാഗ്നറ്റിക് കോമ്പസ് എന്നുള്ളത് എഴുതാം കേട്ടോ. ദ പോൾസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, എഴുതിയോ? ഈ ഒരു സെന്റൻസ് എഴുതാം, സെന്ററിലുള്ള സെന്റൻസ് എഴുതാം. അടുത്ത സെന്റൻസ് നമുക്ക് എഴുതാം, അടുത്തൊരു ഇത് കണ്ടിട്ട് നമുക്ക് എഴുതാം. യെസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് വേണ്ട 4 പേര് ഏതൊക്കെയാണ്? ഒരാൾ വിളിച്ചു സാർ. 4 പേരുണ്ട, 3 പേര് മതി. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള 3 പേര് ആരൊക്കെയാണ്? വിളിച്ചോ. അഭിനന്ദന, പറഞ്ഞോടാ. ആരൊക്കെ വേണം ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട്? വേഗം പറഞ്ഞു. നെയിൽ വേണം, കോയിൽ, വയർ വേണം, പിന്നെ ബാറ്ററി വേണം. ഇത് 3 പേരുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് ഇവിടെ സെറ്റ് ആണ്. ഇപ്പൊ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയില്ലേ? ആയിട്ടുണ്ട്. ഓക്കെ, എനിക്കറിയേണ്ടത് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ ബാറ്ററിയുടെ പ്ലസിന്ന് മൈനസിലോട്ടാണ്, മൈനസിന്ന് പ്ലസിലോട്ടാണ്. കറണ്ട് എന്തായാലും ഫ്ലോ ചെയ്യുമല്ലോ, ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ ഈ വശത്തു കൂടി ഇങ്ങനെ വന്നാണ് നമ്മുടെ കറണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് എത്തും. അത് ഏത് സൈഡിൽ നിന്ന് ഏത് സൈഡിലേക്കാണ്? പ്ലസിന്ന് മൈനസിലോട്ടാണ്, മൈനസിന്ന് പ്ലസിലോട്ടാണ്. യെസ്, പ്ലസിന്ന് മൈനസിലോട്ട് എന്ന് പറയുന്നവരൊക്കെ റൈറ്റ് ഹാൻഡ് ഒന്ന് പൊക്കാം. പ്ലസിന്ന് മൈനസിലോട്ട് പറയുന്നവർ. മൈനസിന്ന് പ്ലസ് ആണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് പൊക്കാം. പ്ലസിന്ന് മൈനസ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ്, മൈനസിന്ന് പ്ലസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ്. സാർ ഞാനിവിടെ ഇവരിങ്ങനെ കാണുന്നോണ്ടേ ഇവർ പൊക്കിയിരിക്കുന്നത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അനന്യ ഇങ്ങനെയൊക്കെ. മിസ്സിനൊരു കൺഫ്യൂഷൻ വേണ്ട, രണ്ടും പൊക്കിയേക്കാന്ന്. ഓക്കെ, ഇവർ പൊക്കിയിരിക്കുന്നത് ഏതാണ്? ദേവിക ചെറിയ കൺഫ്യൂഷനിലാണ് കേട്ടോ. ദേവിക ഇങ്ങനെ വേണ്ട. ഓക്കെ, ശരിക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് പൊക്കിയിരിക്കുന്നവരിലൂടെയാണ്. യെസ്, നമ്മുടെ ഇലക്ട്രിസിറ്റി പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് ഈ കാണുന്ന രീതിക്ക് ഒന്ന് വരയ്ക്കാം കേട്ടോ. നമ്മുടെ ബാറ്ററിയിൽ ഒരു പ്ലസും മൈനസും കൊടുക്കുക. ഒരു എൻഡ് പ്ലസ് ആക്കാം, മറ്റേ എൻഡ് മൈനസ് ആക്കാം. എന്നിട്ട് പ്ലസിന്റെ സൈഡിൽ നമ്മൾ പോകുന്നതായിട്ടും മൈനസിന്റെ സൈഡിൽ വരുന്നതായിട്ടും സിമ്പിൾ വരച്ചു കൊടുക്കാം, ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം. അതായത് പ്ലസിൽ കൂടെ വന്നിട്ട് മൈനസിലോട്ട് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വരച്ചോ? ബാറ്ററിയിൽ ഒരു പ്ലസും മൈനസും കൊടുക്കാം, ദെൻ നമ്മൾ സിമ്പിൾ ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മാഗ്നറ്റ് ആണല്ലോ. മാഗ്നറ്റിന് 2 എന്തുണ്ടായിരിക്കും? ഒരാളെ വിളിച്ചേ. മാഗ്നറ്റിന്റെ 2 എൻഡും. ഇതെന്താ ടോവിനോ കയറി വന്നത്? നോ വേ, യു ആർ നോട്ട് സപ്പോസ് ടു കം ഹിയർ. ഓക്കെ, വിളിച്ചോ.
ശ്രീനന്ദ. ഓക്കെ, ശ്രീനന്ദ, നമ്മുടെ സാധാരണ മാഗ്നറ്റിന് 2 പോൾസ് ഇല്ലേ, നോർത്ത് സൗത്ത് ഉണ്ട്. നമ്മളിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റും ഒരു മാഗ്നറ്റ് തന്നെയല്ലേ? അപ്പൊ അവർക്ക് 2 എന്തുണ്ടാവും? പോൾസ് ഉണ്ടാവും. ഏതൊക്കെയാണ് അവര്? നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, അപ്പോ എനിക്കറിയില്ല ഇതിൽ ഏതാ നോർത്ത് ഏതാ സൗത്ത് എന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മുടെ കോമ്പസ്. ഓക്കെ, കോമ്പസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇതിലെ നോർത്തും സൗത്തും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോമ്പസ് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നു, ഏതോ ഒരു എൻഡിൽ കൊണ്ടുവന്നപ്പോൾ കോമ്പസിന്റെ സൗത്ത്, അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ കോമ്പസ് എന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ കോമ്പസ്. ഈ കോമ്പസിന്റെ ഇതാണ് സൂചി. കണ്ടോ, ഇതാണ് സൂചി. ഈ സൂചിയിൽ റെഡ് കളറല്ലേ, റെഡ് കൊടുക്കാം. ഓക്കെ, ഈ സൂചിയിൽ അയ്യോ പോയി ഈ സൂചിയിൽ ഗൈസ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. റെഡ് എൻഡ് വരുന്നതാണ് നമ്മുടെ നോർത്ത്. സൂചിയിൽ റെഡ് എൻഡ് വരുന്ന നമ്മുടെ നോർത്ത്. അതേസമയം റെഡ് ഇല്ലാത്ത എൻഡ് വരുന്നതാണ് സൗത്ത്. ഓക്കെ, നമ്മുടെ കോമ്പസിൽ നീഡിലെ റെഡ് എൻഡ് വരുന്നത് നോർത്ത്, റെഡ് ഇല്ലാത്ത എൻഡ് വരുന്നത് സൗത്ത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ഈ കാണുന്ന ഇലക്ട്രോ മാഗ്നറ്റിന്റെ അടുത്തേക്ക് ഞാൻ കോമ്പസ് കൊണ്ടുവന്നപ്പോൾ കോമ്പസിന്റെ റെഡ് എൻഡ് പെട്ടെന്ന് ആ സൈഡിലേക്ക് നീങ്ങി നിന്നു. അതായത് റെഡ് എൻഡ് ഇവിടെ വന്ന് നിന്നു, റെഡ് എൻഡ് ഇവിടെ വന്ന് നിന്നു. ഓക്കെ, കോമ്പസിന്റെ റെഡ് എൻഡ് ഞാൻ കൊണ്ടുവന്ന സൈഡിൽ വന്ന് നിന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആ സൈഡ് എന്ന് പറയുന്നത് സൗത്ത് ആയിരിക്കും. കാരണം വന്ന് നിന്നത് ആരാണ്? നോർത്ത് ആണല്ലേ. റെഡ് എൻഡ് വന്ന് നിന്നു എന്ന് പറയുമ്പോൾ നോർത്ത് ആണ് അവിടെ വന്ന് നിന്നത്. നോർത്ത് ആരിലാണ് അട്രാക്ട് ആവുന്നത്? സൗത്തിലല്ലേ അട്രാക്ട് ആവുള്ളൂ. അപ്പൊ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആ സൈഡ് എന്ന് പറയുന്നത് സൗത്ത് പോൾ ആയിരിക്കും. ഇനി അതേസമയം നമ്മൾ അത് നേരെ തിരിച്ച് അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വന്ന് നിന്നത് ആരായിരിക്കുള്ളൂ? അവിടെ നമ്മുടെ സൗത്ത് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റ്, നമ്മുടെ കോമ്പസിലെ സൗത്ത് ആയിരിക്കും അവിടെ നേരെ വന്ന് നിന്നത്. കാരണം ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആ സൈഡ് നോർത്ത് ആയിരിക്കും കേട്ടോ. യെസ്, ഒരാളൊന്ന് വിളിച്ചേ, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഒരാളൊന്ന് വിളിച്ചോ. ആരാണ്? ഹൻഷാൽ. ഓക്കെ, ഹൻഷാൽ, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോൾസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? കോമ്പസ് ആണ്. കോമ്പസ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കുള്ളൂ അല്ലേ? നോർത്ത് കാണിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു റെഡ് കളർ ഉണ്ടല്ലേ, നോർത്ത് ആണെന്ന് അറിയാനായിട്ട് ഒരു റെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കോമ്പസ് എന്ന് പറയുന്നത് ശരിക്കും മാഗ്നറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് വേറൊരു മാഗ്നറ്റ് വരികയാണ് അല്ലേ? അപ്പൊ എൻ്റെ ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്, പിന്നെ കോമ്പസ് എന്ന് പറയുന്ന മാഗ്നറ്റും ഉണ്ട്. ഓക്കെ, കോമ്പസ് ഞാനിങ്ങനെ കൊണ്ടുവന്നപ്പോൾ കോമ്പസിന്റെ നോർത്താണ് ഇവിടെ വന്ന് നിന്നത്. കോമ്പസ് ഞാൻ ഇലക്ട്രോ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കോമ്പസിന്റെ നോർത്ത് ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നേരെ വന്ന് നിന്നു, ഇവിടെ നേരെ വന്ന് നിന്നു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഏത് സൈഡിലേക്കായിരിക്കും ഞാനത് കൊണ്ടുവന്നത്? സൗത്തിലേക്ക്. കാരണം കോമ്പസ് പെട്ടെന്ന് നോർമലായിട്ട് നിന്ന് കോമ്പസ് പെട്ടെന്ന് നേരെ തിരിഞ്ഞ് നോർത്ത് ഇങ്ങനെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെ അടുത്തേക്കായിരിക്കും അത് കൊണ്ടുവന്നത്? സൗത്തിലേക്കായിരിക്കും കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അട്രാക്റ്റ് ആയിട്ട് നോർത്ത് ഇങ്ങനെ വന്ന് നിന്നത്. ഓക്കെ, ഇനി ഞാൻ അപ്പുറത്തെ സൈഡ് കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് സൗത്ത് ആണ് ഇങ്ങനെ വന്ന് നിന്നത്. കോമ്പസിന്റെ സൗത്ത് നേരെ വന്ന് നിന്നു. കാരണം ഞാൻ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്? നോർത്തിന്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കോമ്പസ് യൂസ് ചെയ്തിട്ട് ഡയറക്ഷൻ പോൾ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരാളെ കൂടി ഒന്ന് വിളിച്ചേ സാർ. വിനായകൻ വിളിക്കാം. ഓക്കെ, യെസ്, വിനായക്. ഓക്കെ, എടാ എങ്ങനെയാണ് നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് പോൾ ഒന്ന് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലായത് പറഞ്ഞു തരുമോ? അത് നമ്മള് കോമ്പസ് ഇലക്ട്രോ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ കോമ്പസിന്റെ ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിന്റെ സൗത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കോമ്പസ് നോർത്തിലേക്ക് പോകും. യെസ്. ഇലക്ട്രോ മാഗ്നറ്റിനെ നോർത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കോമ്പസ് സൗത്തിലേക്ക് പോകും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത്രേ ഉള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിന്റെ നോർത്തിലേക്കാണ് നമ്മൾ കോമ്പസ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ കോമ്പസിന്റെ സൗത്ത് പെട്ടെന്ന് നേരെ വന്ന് നിൽക്കും. ഇലക്ട്രോ മാഗ്നറ്റിന്റെ നോർത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതല്ലേ പറഞ്ഞത്, ഇലക്ട്രോ മാഗ്നറ്റിന്റെ സൗത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോമ്പസിന്റെ നോർത്ത് അതിന്റെ നേരെ വന്ന് നിൽക്കും. ഓക്കെ ആണോ? എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം സിമ്പിളായിട്ട് മനസ്സിലായെങ്കിൽ മാത്രം 2 കൈയിലും വിക്ടറി. വി ഫോർ വിക്ടറി. യെസ്,
വിക്ടറി, യെസ് വിക്ടറി. അതാരാണത്? ഹൻഷാലാണോ? ഹൻഷാലെ നിനക്ക് മനസ്സിലായില്ലേടാ? ഹൻഷാൽ മനസ്സിലായോ പറഞ്ഞത്? ആ ഓക്കെ യെസ്. ഇതെന്തത്? അതില്ല. ഓക്കെ യെസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോമ്പസ് യൂസ് ചെയ്ത് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഈ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മൾ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് പോൾസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. കോമ്പസിൻ്റെ നോർത്ത് വന്നാൽ അത് സൗത്ത് പോൾ ആയിരിക്കും, കോമ്പസിൻ്റെ സൗത്ത് വന്നാൽ അത് നോർത്ത് പോൾ ആയിരിക്കും. അത്ര ഒന്ന് ഓർത്താൽ മതി. മ്യൂട്ട്. വിനായക ഡൗട്ട് ആണോടാ? സ്റ്റീവ് പറഞ്ഞോടാ. പറ, ചോദിക്കുന്നീ. ആ പറഞ്ഞോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഇപ്പൊ ഒരു മാഗ്നറ്റ് ഇല്ലേ, സാധാരണ മാഗ്നറ്റ് ബാറിനെ ഒരു വള്ളിയിൽ നടുവിൽ കെട്ടി തൂക്കിയിട്ട് എന്ത് സംഭവിക്കും? സാധാ മാഗ്നറ്റ് വള്ളിയിൽ കെട്ടി തൂക്കിയിട്ട് എന്ത് സംഭവിക്കും? അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഹാങ് ചെയ്യും. സൗത്ത് നോർത്ത് ഇങ്ങനെ നമ്മൾ വെറുതെ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് വള്ളിയിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടു, ഇത്രല്ലേ ഉള്ളൂ. ആ മാഗ്നറ്റ് ആദ്യം ചെറുതായിട്ടൊന്ന് ആടും, ചിലപ്പോൾ റൗണ്ട് ഒക്കെ അടിച്ച് ആടും. ഓക്കെ, കറങ്ങിയേക്ക് വരും. ലാസ്റ്റ് അത് ഏത് ഡയറക്ഷനിൽ വന്ന് നിൽക്കുന്ന അറിയോ? റെസ്റ്റ് ചെയ്യുന്നത് നോർത്ത്. എനിക്ക് മനസ്സിലായില്ല, നീ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഞാൻ ഉത്തരം പറഞ്ഞാൽ മാത്രം മതിയെന്ന്, അവനോടൊന്നും ചോദിക്കരുത്, മനസ്സിലായോ? ഓക്കെ, ഒന്നുമില്ല. നമ്മളൊരു മാഗ്നറ്റിന് നമ്മളിങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് നേരെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കിടക്കും. ഓക്കെ, ആണോ? ഇതാണ് ഗായ്സ് ഇവന്റെ പ്രശ്നം. എങ്ങനെയാണെന്ന് അറിയോ ഇത്രയും നാളെ ഞാൻ ഇവനിങ്ങനെ സഹിച്ച് കൊണ്ടുപോയത്. ഓക്കെ 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 യെസ്. എന്താ ബാലിക്ക് ഡൗട്ട് ഉണ്ട്? ഓക്കെ, വിളിച്ചു. പറഞ്ഞോടാ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോടാ. ഇപ്പൊ മാഡം പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ ഒരു കോമ്പസിന്റെ അടുത്ത് നമ്മള് മറ്റേ മാഗ്നറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കോമ്പസ് എന്തോ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫോണില് കോമ്പസ് എടുത്തിട്ട് മാഗ്നറ്റ് എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫോണിലെ കോമ്പസ് എങ്ങനെ കാണിക്കും? ഫോണിലെ മാഗ്നറ്റ് വെച്ച് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. കാണിക്കില്ലേ സാർ? ഇല്ല, കാണിക്കില്ല. സാറ് പറഞ്ഞു കാണിക്കില്ല. കാണിക്കില്ല കേട്ടോ. കാരണം നമ്മളുടെ നോർമൽ കോമ്പസ് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഡിവൈസിലുള്ള കോമ്പസ്. ചിലപ്പോൾ അത് അങ്ങനെയായിരിക്കും, നോർത്ത് സൗത്ത് മാത്രം കാണിക്കുന്ന രീതിക്കായിരിക്കുള്ളൂ നമ്മുടെ ഫോണിലെ കോമ്പസിനെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ സാധാ കോമ്പസ് ഇല്ലേ, കയ്യിലെടുക്കുന്ന കോമ്പസ് ഇല്ലേ, ആ കോമ്പസ് നമ്മൾ വേറൊരു പോളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോർത്തിൽ നിന്നൊക്കെ മാറി ഡിഫ്ലക്ട് ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട് പുള്ളിക്ക്. ഓക്കെ, ഫോണിലെ കോമ്പസിന് ആ കഴിവുണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ AI ടെക്നോളജി ചിലപ്പോൾ അതിനനുസരിച്ച് വികസിക്കുമ്പോൾ ചിലപ്പോൾ കഴിവ് വരുമായിരിക്കും അല്ലേ? യെസ്, വരും. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് പോൾസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ നോർത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോമ്പസിന്റെ സൗത്ത് വന്ന് നേരെ നിൽക്കും. ഇനി സൗത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോർത്ത് ആയിരിക്കുള്ളൂ നേരെ വന്ന് നിൽക്കുന്നത്, നീഡിൽ നേരെ വന്ന് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ എനി ഡൗട്ട്സ് വേഗം റൈസ് ആൻഡ് കേട്ടോ. എനി ഡൗട്ട്സ്, no matter what it is, any doubt. എൻ്റെ അതേ എക്സ്പ്രഷൻ ഒരാൾ കാണിക്കണമെങ്കിൽ അവിടെ പ്രാർത്ഥന. യെസ്, വിളിച്ചോ. തനിക്കുട്ട പറഞ്ഞോടാ. തേർഡ് പോയിന്റ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. യെസ്, തേർഡ് പോയിന്റ് നമ്മൾ പറയാം. The polarity of the electromagnet reverses if the direction of the current is reversed. നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് വരക്കാണ്. യെസ്, ഇതാണ് എൻ്റെ ഇലക്ട്രോ മാഗ്നറ്റ്, ഇതാണ് ബാറ്ററി. യെസ്, ഈ ബാറ്ററിയുടെ ഇത് പ്ലസ് ഇത് മൈനസ്. ഓക്കെ, ബാറ്ററിയുടെ ഒരു സൈഡ് പ്ലസ് ഒരു സൈഡ് മൈനസ്. അപ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? ഇതിന്ന് ഫ്ലോ ചെയ്യും. ഇതൊന്ന് ഇത് രണ്ട്, ഒന്നിന്ന് ഫ്ലോ ചെയ്യോ രണ്ടിന്ന് ഫ്ലോ ചെയ്യോ? കറണ്ട് എവിടെ നിന്ന് ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും? ഒരാൾ വിളിച്ചോ സാർ.
അല്ലെങ്കിൽ വേണ്ട, എല്ലാവരും ഇങ്ങനെ കാണിച്ചാൽ മതി. ഏതാണ് ആൻസർ? 1 ആണോ 2 ആണോ? 1 ആണോ 2 ആണോ? യെസ്, 1 നിന്നായിരിക്കുള്ളൂ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് 2 വരും. 1 നിന്ന് ഫ്ലോ ചെയ്ത് 2 വരും. അപ്പം ഞാനൊരു കോമ്പസ് കൊണ്ട് ചെന്നപ്പോൾ കോമ്പസ് എനിക്ക് അതിൻ്റെ സൈഡൊക്കെ പറഞ്ഞു തന്നു. അപ്പം എനിക്ക് കിട്ടി ഇത് സൗത്ത് ആണെന്നും, എവിടെ ഇത് സൗത്ത് ആണെന്നും കിട്ടി, ഇത് നോർത്ത് ആണെന്നും കിട്ടി. എനിക്ക് കോമ്പസ് പറഞ്ഞു തന്നതാണ് കേട്ടോ, കോമ്പസ് പറഞ്ഞു തന്നതാണ്. ഇപ്പം ഞാനൊരു ഗസ് പോലെ എഴുതിയിരിക്കുന്നതാണ്. എനിക്കതൊരു സൗത്ത് ആണെന്നും നോർത്ത് ആണെന്നും കിട്ടി. ഇനി ഞാൻ ഈ ചെയ്ത സെയിം എക്സ്പെരിമെൻറ്റ് നേരെ തിരിച്ച് ഞാൻ ബാറ്ററി തിരിച്ചു. ഞാൻ എന്ത് ചെയ്തു? ബാറ്ററി നേരെ തിരിച്ചു, ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആക്കി. അപ്പം ഇനി 1 നിന്നായിരിക്കോ 2 നിന്നായിരിക്കോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? 1 ആണോ 2 ആണോ? 1 ആണോ 2 ആണോ? 2. യെസ്, ബി ഫോർ വിക്ടറി. യെസ്, അപ്പം ഇനി 2 നിന്നായിരിക്കുള്ളൂ നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. 2 ഫ്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. ഇപ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി, ഇവിടെ നമ്മുടെ പോൾസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. ഇനി ഇവിടെ സൗത്തും അവിടെ നോർത്തും ആയിരിക്കില്ല, ഇവിടെ നോർത്തും അവിടെ സൗത്തും ആയിരിക്കും. മനസ്സിലായെങ്കിൽ ഒന്ന് വീശി കാണിച്ചേ. ഒന്നുമില്ല, നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ നമ്മുടെ പൊളാരിറ്റിയും ചേഞ്ച് ആവും. പൊളാരിറ്റി എന്ന് പറയുന്നത് പോൾസിന്റെ ഡയറക്ഷൻ. ഓക്കെ, കറണ്ട് ചേഞ്ച് ചെയ്താൽ, കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊളാരിറ്റിയും എന്തായി? ഇന്റർചേഞ്ച് ആയി. ഓക്കെ, ആദ്യം പോയപ്പോൾ ചിലപ്പോൾ അതായിരിക്കും, ഇത് സൗത്തും അത് നോർത്തും ആയിരിക്കും. പക്ഷെ നമ്മൾ ബാറ്ററി തിരിച്ചപ്പോൾ ഇത് പ്ലസ് ഇത് മൈനസ് ആയാൽ നേരെ തിരിച്ച് നമ്മുടെ പോൾസ് എന്തായി? നോർത്തും സൗത്തും ആവും. മനസ്സിലായെങ്കിൽ വീണ്ടും പവറാണ് എനിക്ക് നിങ്ങളുടെ പവറിൽ നിന്നാണ് എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് മനസ്സിലാവുന്നത്. നല്ല പവർ ഉണ്ടെങ്കിൽ നന്നായി മനസ്സിലായി. ഇത്രയും പവർ ഉള്ളെങ്കിൽ മിസ്സേ കുറച്ച് മനസ്സിലായുള്ളൂ അങ്ങനെ. ഓക്കെ, നല്ല പവറാണോ കുറച്ച് പവറാണോ? നല്ലതാണോ കുറച്ചാണോ? യെസ്. ഓക്കെ, അത് നോക്കിയേ സാർ, കാർത്തിക്കിന് നോക്കിയേ, മസിലൊക്കെ കാണിക്കുന്നവൻ. ഓക്കെ, യെസ്. അപ്പം അത്രയേ ഉള്ളൂ. എഴുതിയോ? ഇനി തേർഡ് പോയിന്റ് എഴുതാം കേട്ടോ. തേർഡ് പോയിന്റ് എഴുതാം. യെസ്, തേർഡ് പോയിന്റ് ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നതാ. തേർഡ് പോയിന്റ് എഴുതി കഴിഞ്ഞ് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. വെരി ഗുഡ്. പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എഴുതാനായിട്ട്. ആളപ്പം തന്നെ എഴുതി ഫിനിഷ് ചെയ്തിരിക്കും. സ്കൂളിൽ ഇങ്ങനെയാണോ? സ്കൂളിൽ ഇങ്ങനെയാണല്ലേ. മിസ്സുമാരിങ്ങനെ ബാക്കി എല്ലാവരും എഴുതി കഴിയാനായിട്ട് കാത്തിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ആദ്യം എഴുതി കഴിയും. ഓക്കെ, യെസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു മാഗ്നറ്റ് കോമ്പസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡയറക്ഷൻ കാണുന്നതെന്നുള്ളത് ഒന്ന് അവർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ആദ്യം അവരൊരു ഇലക്ട്രോ മാഗ്നറ്റ് മേക്ക് ചെയ്തു കേട്ടോ, ഒരു കോയിൽ ഉണ്ടാക്കി അതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തു. ഓക്കെ, ഇനി അവർ ചെയ്യാൻ പോകുന്നത് സൗത്ത് നോർത്ത് സൗത്ത് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കോമ്പസ് തിരിയുന്നുണ്ട് കേട്ടോ. കോമ്പസിന്റെ സൂചി തിരിയുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ കോമ്പസിന്റെ സൂചി ആകെ ഇരുന്നത് ഇവിടെ റെഡ് കളറും ഇവിടെ നോർമലും ആയിരുന്നു, അതായത് നോർത്ത് സൗത്ത് എന്നായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചപ്പോൾ സൂചി പിന്നെയും തിരിഞ്ഞു. ഓക്കെ, നമുക്കത് കാണാൻ പറ്റില്ല, ശരിക്കും അത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഡെഫിനിഷനും അതെങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്നുള്ളതും അതിന്റെ പൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഒരാളൊന്ന് വിളിച്ച് എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നെ. ആരാണ് ആ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും വിളിച്ചോ. എല്ലാവരും പറയും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും ആൻസർ പറയുന്നത് എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ് കേട്ടോ. അല്ലേ? കോൺഫിഡൻസ് തെറ്റിക്കോ? ഇല്ലെന്നാണെങ്കിൽ ഒന്ന് ചിരിച്ചേ എല്ലാവരും. യെസ് മിസ്, ഞങ്ങൾ എല്ലാവരും ആൻസർ പറയുന്നതാണെങ്കിൽ ഒന്ന് ചിരിച്ചേ. ചിരിക്കടാ, ചിരിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാ. നന്നായി ചിരിക്കും, നല്ല ചിരി, നല്ല പുഞ്ചിരി. യെസ്, ഓക്കെ. ഋഷികയൊക്കെ ഒന്ന് ചിരിക്കണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കെഞ്ചണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ തൻഷാല് ചിരിക്കണമെങ്കിലും നമ്മളൊന്ന് കെഞ്ചണം കേട്ടോ. ആൾ ഇച്ചിരി ആറ്റിറ്റ്യൂഡിൻ്റെ ആളാണ്. ഓക്കെ, വിളിച്ചോ ഒരാൾ വിളിച്ചോ. അബിയക്കുട്ട ഒന്ന് പറഞ്ഞേ. നമ്മൾ ആദ്യം ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? നമ്മൾ ഒരു അയൺ നെയിലേക്ക് ആരെയാണ് നമ്മൾ റാപ്പ് ചെയ്തത്? ഒരു കോയിൽ വയർ റാപ്പ് ചെയ്തു. എന്നിട്ട് അതിന് എന്തായിട്ട് കണക്ട് ചെയ്തു? ബാറ്ററി സ്വിച്ച് കണക്ട് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി വരുമ്പോൾ അയൺ നെയിൽ എന്തായി മാറി? ഇലക്ട്രിക് അല്ല, മാഗ്നറ്റിക് പവർ കിട്ടിയല്ലേ. ഓക്കെ, ഇനി ഇലക്ട്രിസിറ്റി നമ്മൾ റിമൂവ് ചെയ്താൽ ആ മാഗ്നറ്റിക് പവർ പോകും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത വിളിച്ചോ സാർ. അതുവരെ സെറ്റ്, അതുവരെ വളരെ ശരിയാണ്. അടുത്ത വിളിച്ചോ. പ്രജ്ഞനെ വിളിക്കുമ്പോൾ മാത്രം ആള് ഭയങ്കര ആക്റ്റീവ് ആവും, അല്ലാത്ത സമയത്തൊക്കെ വിഷമിച്ചിരിക്കും. ഓക്കെ, പ്രജ്ഞ, ഇനി എനിക്ക് ആ മാഗ്നറ്റിക് പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്?
വോൾട്ടേജ് കൂട്ടാം. വയറിന്റെ ക്വാണ്ടിറ്റി കൂട്ടാം. യെസ്, നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. ദെൻ ഒരു അയൺ കോർ വെക്കാം. നമുക്ക് വെക്കാണ്ടും ചെയ്യാം, വെച്ചും ചെയ്യാം. വെച്ച് ചെയ്താൽ കുറച്ചുകൂടെ പവർ കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത വിളിച്ചോ. ഹന്ന. ഓക്കെ, ഹന്നക്കുട്ട, എനിക്ക് ഇതിന്റെ പോൾസ് ഏതൊക്കെയാണെന്ന് അറിയണം. ഇലക്ട്രോമാഗ്നറ്റിന്റെ പോൾസ് ഏതൊക്കെയാണെന്ന് അറിയണം. ഞാൻ ഏത് ഡിവൈസ് യൂസ് ചെയ്യണം? കോമ്പസ് യൂസ് ചെയ്യണം. എങ്ങനെയാണ് കോമ്പസ് പറഞ്ഞു തരുന്നത്? യെസ്, വെരി ഗുഡ്. ദെൻ യെസ്, ദെൻ നോർത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചും കാണിക്കും അല്ലെ. ഓക്കെ, അടിപൊളി, സൂപ്പർ സൂപ്പർ. അടുത്ത ആൾ വിളിച്ചോ സാർ. വേദ്. വേദ്, എനിക്ക് എൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോളാരിറ്റി ചേഞ്ച് ചെയ്യണം. സൗത്ത് നോർത്ത്, നോർത്ത് സൗത്ത് തിരിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്താൽ മതി? ബാറ്ററി തിരിച്ചു വെച്ചാൽ മതി മിസ്സേ, മറിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ബാറ്ററിനെ റിവേഴ്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കറണ്ടിനെ റിവേഴ്സ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? നമ്മുടെ പോളാരിറ്റി ഇന്റർചേഞ്ച് ആയി കിട്ടും കേട്ടോ. സൗത്ത് നോർത്ത് മാറി മാറി കിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇതുകൂടി പഠിച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി അല്ലേ? വിഷമമൊന്നുമില്ലല്ലോ ഇത്ര നേരം പഠിച്ചുകൊണ്ട്? എല്ലാവരും എൻഗേജ്ഡ് അല്ലേ? ഓക്കെ, യെസ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, വിച്ച് ഈസ് ലിഫ്റ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റ്സ് കേട്ടോ. ലിഫ്റ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. നമ്മൾക്ക് ക്രെയിൻ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ക്രെയിനൊക്കെ നമുക്ക് പണ്ട് തൊട്ടുള്ളൊരു ശീലമാണല്ലേ സാർ. ചില 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 സാധനങ്ങളുണ്ട്. ക്രെയിൻ, JCB, ജെറ്റ് വിമാനം, ആന, ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇതൊക്കെ ഒരു ആനയൊക്കെ റോട്ടിൽ കൂടെ പോയാലുണ്ടല്ലോ എൻ്റെ അച്ഛനും അമ്മയും വരെ ഇറങ്ങി വന്ന് നിൽക്കും. അതുപോലെ JCB ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇറങ്ങി വന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ? എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടോ JCB കാണാനായിട്ട് പുറത്തോട്ട് പോണവര്? ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. JCBക്കാരാണ് എല്ലാവരും. ഓക്കെ, യെസ്. ഋഷിക്കൊക്കെ കുറച്ച് LMS, നമുക്കതൊക്കെ കണ്ട് ഭയങ്കര യൂസ്ഡ് ആണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്താ പറയുക, ഒരു ക്രെയിൻ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ക്രെയിനിൻ്റെ ഏറ്റവും എൻഡിലായിട്ട്, ക്രെയിനിൻ്റെ മറ്റേ വായില്ലേ, അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഒരു മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് മാഗ്നറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വൈൽഡ് ഗസ്. വിളിച്ചോ. ക്രെയിനിൻ്റെ എൻഡിൽ നമ്മളൊരു മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ത് മാഗ്നറ്റ് ആയിരിക്കും? ഇത്രയും പഠിപ്പിച്ചിട്ടേ രാമായണം മൊത്തം വായിച്ചിട്ട് സീതാരാമന്റെ ആരാന്ന് ചോദിക്കുന്ന പോലെ. മരിയ, ഏത് മാഗ്നറ്റ് ആണ് ക്രെയിനിന്റെ എൻഡിൽ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ്. യെസ്, ഓക്കെ. അതായത് നമുക്ക് അധികം വലിയ മാഗ്നറ്റ് ഒക്കെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ കുറെ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് അത്രയും കോസ്റ്റ്ലി അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, വലിയ ജങ്ക് ഉണ്ടാവില്ലേ, കുറേ വേസ്റ്റ്, കുറേ സീവേജ് അല്ലെങ്കിൽ കുറേ വേസ്റ്റിന്റെ ഒക്കെ ഉള്ളിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാത്രം കിട്ടണം. എടാ കാർത്തികേ, നീ ചിരിക്കുന്നതാണ്. നീ എന്നെ പേടിപ്പിക്കുന്ന, ഇതിങ്ങനെ പേടിപ്പിക്കുന്ന പോലെ. ഓക്കെ, യെസ്. അതായത് കുറേ ജങ്ക് ഇങ്ങനെ കിടക്കുകയാണ്, കുറേ വേസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് ഈ വേസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാത്രം കിട്ടണം. അയേണോ അല്ലെങ്കിൽ അയൺ പൗഡറോ അങ്ങനെ കുറേ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് മാത്രം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണം? ഈ കാണുന്ന ക്രെയിനിന്റെ ഈ എൻഡിലുള്ള ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് അതൊന്ന് അടുപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. ആൾ എന്ത് ചെയ്യും? മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാത്രം അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് ക്രെയിനുകൾക്ക്, അതായത് ക്രെയിൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ലിഫ്റ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ്ഡ് ഇൻ ക്രെയിൻസ് ഫോർ ലിഫ്റ്റിംഗ് മൂവിങ് ഹെവി അയൺ ഓർ സ്റ്റീൽ ഒബ്ജക്ട്സ്. നമുക്ക് ഹെവി ആയിട്ടുള്ള അയൺ അല്ലെങ്കിൽ സ്റ്റീൽ ഒബ്ജക്ട്സിനെയൊക്കെ പൊക്കുന്നതിന് വേണ്ടിയിട്ട് ക്രെയിനിന്റെ അറ്റത്ത് യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് ആണ് ലിഫ്റ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഓക്കെ, ക്രെയിനിന്റെ അറ്റത്ത് യൂസ് ചെയ്യും. നമുക്ക് വലിയ എന്താ പറയുക, ഏതെങ്കിലും വലിയ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഇപ്പോൾ അയൺ, വലിയൊരു അയൺ കട്ട ഇരിക്കുകയാണ്. ഈ അയൺ കട്ട നമ്മൾ പൊക്കി കഴിഞ്ഞാൽ പൊങ്ങോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോ മാഗ്നറ്റ് ഉള്ള ഒരു ക്രെയിൻ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഇങ്ങനെ പൊക്കി. അത് ഞാൻ ആ ഒരു വീഡിയോ കൊണ്ടുവരായിരുന്നു. മിസ്റ്റർ ബീനിലൊരു വീഡിയോ ഉണ്ട്, കാറ് പൊക്കുന്നത് അല്ലേ. കാർ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ട് മിസ്റ്റർ ബീന്റെ പച്ചക്കാർ കണ്ടിട്ടില്ലേ, അത് പൊക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഹെവി മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രെയിനിന്റെ ഒക്കെ എൻഡിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് ആണ് ലിഫ്റ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, ഇനി നമ്മൾ കറണ്ട് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് ആക്ടിവേറ്റ് ആവും. കറണ്ട് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ താഴിട്ടോ കേട്ടോ. കറണ്ട് ഓൺ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പൊക്കി വെച്ചിരിക്കുകയായിരിക്കുള്ളൂ. ആരും അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റ് താഴെ പോയി നിൽക്കരുത് കേട്ടോ. ചിലപ്പോൾ കറണ്ട് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിനെയാണോ അട്രാക്ട് ചെയ്തിരിക്കുന്നത് അത് അപ്പം തന്നെ
തിരിച്ച് താഴോട്ടിടും. ഓക്കെ, കറണ്ട് ഓൺ ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ പവർ കാണിക്കുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ സാർ? ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ലിഫ്റ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റ് ക്ലിയർ ആയിട്ട് സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പവർ, ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ്, ഒന്നുകൂടെ പവർ കേട്ടോ, ഒന്നുമില്ല. മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാം മനസ്സിലായെങ്കിൽ സൂപ്പർ പവർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാനായിട്ട് പോവാണ്. നമ്മുടെ എടാ കൊള്ളാടാ നല്ല മസില്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മുടെ 4th ചാപ്റ്റർ അല്ലേ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ സയൻസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഏതാണ്, ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റും പഠിക്കുന്നുണ്ട്, ഹീറ്റിംഗ് എഫക്റ്റും പഠിക്കുന്നുണ്ട്. മാഗ്നറ്റിക് എഫക്റ്റ് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു, പകുതി കഴിഞ്ഞു ചാപ്റ്ററിന്റെ പകുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് കൂടി പഠിച്ചാൽ മതി കേട്ടോ. അതിൽ കുറച്ച് ഡ്രൈ സെല്ല് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, സിമ്പിളാണ്, നമുക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് പഠിച്ചു, മാഗ്നറ്റിക് എഫക്റ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്, അപ്പോൾ അതേപോലെ തന്നെ എന്തൊക്കെയായിരുന്നു സാർ മറന്നുമല്ല, ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, എന്താടാ ബേബി മിസ്സാ, ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിന്റെ എഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ പൊളാരിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? എന്തായാലും ഫസ്റ്റ് ക്ലാസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? എന്നാ ചോദിച്ചോ, വിളിച്ചോ സാർ, ചോദിക്കാനുള്ളവരൊന്ന് ടാറ്റ കാണിച്ചേ മിസ്സിനോട്. വിശേഷമെങ്കിൽ വിശേഷം എന്തെങ്കിലും ചോദിച്ചോ, എൻ്റെ വീടോ നാടോ വീട്ടുപേരോ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എനിക്ക് ഓരോ കുഴപ്പമില്ല. വിശേഷം ചോദിക്കാനുള്ളവരൊക്കെ ഒന്ന് ടാറ്റ കാണിച്ചേ. മിസ്സിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ. എനിക്ക് തോന്നി ആദ്യത്തെ ആളാതായിരിക്കും. പ്രാർത്ഥന താങ്ക് യു. ഓക്കെ, എനിക്ക് നാണം വരോട്ടാ. വിളിച്ചോ, തനിത്ര പറഞ്ഞോടാ.